ഏത് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന പിൻബലത്തിലാണ്? ദാ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വിദ്യാർത്ഥിയെ കൊണ്ട് ഈ BJP നേതാവിൻ്റെ കാല് ഈ സ്കൂള് കഴുകിപ്പിച്ചത് എന്ന് പൊതുസമൂഹത്തോട് RSSകാർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അധ്യാപകരെ ആദരിക്കുന്നു എന്ന പേരിൽ കേരളത്തിനകത്ത് ഇത്തരം വരേണ്യ വ്യവസ്ഥിതികൾ അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായ വലിയ പരിശ്രമം കേരളത്തിൽ RSS നടത്തുന്നതിനെ പൊതുസമൂഹം കാണേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവരും വ്യക്തിപരമായി വിശ്വസിക്കുന്ന മതാചാരങ്ങളെ അവർ ചൂഷണം ചെയ്യുകയാണ്. അങ്ങനെ ചൂഷണം ചെയ്ത് നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട്, നമ്മുടെ സഹപാഠികളെ കൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് BJP നേതാക്കന്മാരുടെ ഉൾപ്പെടെ കാല് കഴുകിപ്പിക്കുന്ന സമീപനം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ സ്വീകരിക്കുന്നത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പൊതുസമൂഹം ഒന്നാകെ ഇതിനെതിരായി പ്രതികരിക്കണം. ഇത്തരം അപരിഷ്കൃതമായ നടപടികൾ സ്വീകരിക്കാൻ കുട്ടികളെ മാനസികമായി ടോർച്ചർ ചെയ്ത് പ്രേരിപ്പിക്കുന്ന ഇത്തരം വിദ്യാലയങ്ങൾക്കെതിരായി അതിശക്തമായ നടപടി സ്വീകരിക്കണം. നമസ്കാരം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ ഭൂമിയാക്കാൻ ശ്രമിക്കുന്നവർ ആരൊക്കെയാണ്? ചാൻസലറുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അശാന്തിയുടെ വിത്തുകൾ പാകിയതിൻ്റെ ഉത്തരവാദിത്തം ഒരു ആരിഫ് മുഹമ്മദ് ഖാനിൽ ഒതുങ്ങുന്നില്ല എന്നാണ് ഇപ്പോൾ കാണുന്നത്. അടിമുതൽ മുടിവരെ തനി RSSകാരനായ ആർലേക്കറും മോശമല്ല എന്ന് തെളിയിക്കുകയാണ്. കാവിക്കൊടി ഏന്തിയ വനിതയെ പൊതുചടങ്ങിൽ നാട്ടുകാരും പൂജിക്കണമെന്നായതോടെ പൂച്ചു പുറത്തായി. കേരള സർവകലാശാലയിൽ അധികാരം ദുർവ്യാഖ്യാനം ചെയ്ത് മോഹനൻ കുന്നുമ്മൽ എന്ന VC രജിസ്ട്രാറെ പുറത്താക്കാൻ ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇന്ന് പാദപൂജയും കാൽ കഴുകലും ചർച്ചയാകുന്നത്. കണ്ണൂരിൽ അധ്യാപകരുടെ പാദം പൂജിക്കുകയായിരുന്നെങ്കിൽ ആലപ്പുഴയിൽ RSS നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് BJP നേതാവിൻ്റെ കാല് കഴുകിപ്പിച്ചത് എന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത. കേരളത്തിൻ്റെ അക്കാദമിക് സ്വാതന്ത്ര്യവും പുരോഗമന പാരമ്പര്യവും തല്ലിത്തകർക്കുന്ന RSS പരിശ്രമം ആണോ ഇത്? ചാതുർവർണ്ണ വ്യവസ്ഥതയുടെ പൂർത്തീകരണം ലക്ഷ്യമിട്ടുള്ള ഇത്തരം പ്രവർത്തികൾക്കൊപ്പം വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഉണ്ടോ? രാജ്ഭവനെ ഉപയോഗിച്ച് സംഘപരിവാർ ശക്തികളും അവർക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ഭാഗമായ പ്രതിപക്ഷവും ചേർന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഘർഷം വിതയ്ക്കാൻ നോക്കുമ്പോൾ സ്കൂളുകളിൽ BJP നേതാക്കളുടെ പാദപൂജയും നടത്തിക്കുന്നു. എന്തിനു വേണ്ടിയാണ് വളഞ്ഞ വഴിയിലൂടെ സ്കൂളുകൾ മുതൽ സർവകലാശാലകൾ വരെ ലക്ഷ്യം വെച്ചുള്ള ഈ സംഘപരിവാർ അജണ്ട? ഇതിനെതിരെ കേരളത്തിലെ ഇടത് സംഘടനകൾ മാത്രം പോരാടുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യ ഒട്ടാകെ സംഘപരിവാർ അധികാരം പിടിച്ചെടുക്കൽ അനായാസമാണെന്ന് കാണുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം ഒരു തടസ്സമായി നിൽക്കുകയാണോ? അത് മറികടക്കാൻ രാജ്ഭവനിലൂടെ VCമാരിലൂടെ കുഞ്ഞുങ്ങളെ പാദപൂജ ചെയ്യിക്കുന്നതിലൂടെ സാധിക്കും എന്നാണോ RSS കാണുന്നത്? RSSൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ കടന്നുകയറ്റത്തിൻ്റെ എപ്പിസോഡുകൾ കുന്നോളമല്ല കുന്നും മേലെയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിക്കുന്നു. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് അതിഥികളായുള്ളവർ: SFI നേതാവ് M ശിവപ്രസാദ്, BJP വക്താവ് ഗോകുൽ ഗോപിനാഥ്, ഇടതു നിരീക്ഷകൻ ഡോക്ടർ KP പ്രേംകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ഗോകുൽ ഗോപിനാഥ്, താങ്കളോടാണ് ചോദിക്കുന്നത്. ഈ ഭാരതാംബയെ കാവിക്കൊടി പിടിപ്പിച്ചതിന് പിന്നാലെ ഇപ്പോൾ സ്കൂളുകൾ കാവി ക്യാമ്പുകളാക്കുകയാണോ? ഇവിടെ കൈരളി ഇന്ന് ഈ ചർച്ച സംഘടിപ്പിച്ചത്, ആ ചർച്ച ഏറ്റവും പോസിറ്റീവായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത്. അതിന് കാരണം ഇവിടെ നിങ്ങൾ ആമുഖമായി അവതാരികൻ സൂചിപ്പിച്ചതുപോലെ ഭാരതാംബയും യൂണിവേഴ്സിറ്റിയും നിയമനങ്ങളും അല്ലെങ്കിൽ സസ്പെൻഷനുകളും അതോടൊപ്പം നിങ്ങൾ ഈ പറയുന്ന പാദപൂജ എന്ന് പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ സ്കൂളുകൾക്കകത്ത് കുട്ടികൾ ഗുരുക്കന്മാരുടെ പാദപൂജ ചെയ്തു എന്നതാണ് ഇന്ന് കൈരളിയും
SFIയും CPMും കണ്ട ഏറ്റവും വലിയ അപരാധം. കൈരളി അതല്ല കണ്ടത്. ഞാൻ ഒന്ന് ഇടപെട്ട് ഗോകുലിനെ തിരുത്തുകയാണ്. സ്കൂളുകളിൽ അധ്യാപകരെ വന്ദിച്ച കാര്യമല്ല കൈരളി വാർത്തയായി ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. BJP നേതാവിനെ വന്ദിച്ചതാണ്. അത് ഇനി സ്കൂളുകൾ അധ്യാപകരെയും കാൽ കഴുകേണ്ടതുണ്ടോ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം, അതിലേക്ക് വരാം. ഇത് കൂടി ചേർത്ത് പറഞ്ഞോളൂ ഗോകുൽ. പറയട്ടെ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരവും നമ്മുടെ നാടിൻ്റെ സംസ്കൃതിയും നമ്മളെല്ലാം പറഞ്ഞും പ്രവർത്തിച്ചും പഠിച്ച വാക്യങ്ങളുണ്ട്. മാതാ പിതാ ഗുരു ദൈവം എന്ന വാക്യം. ഇവിടെ ദൈവത്തിന് മുകളിൽ അധ്യാപകനെ ഗുരുവിനെ കാണുന്നൊരു സംസ്കൃതിയുടെ പിന്മുറക്കാരാണ് നമ്മളെല്ലാവരും. അവിടെ RSSകാരില്ല, അവിടെ കമ്മ്യൂണിസ്റ്റുകളില്ല, അവിടെ കോൺഗ്രസ്സുകാരില്ല, അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയവുമില്ല. ഈ നാട്ടിൽ ഈ ഭാരതത്തിൽ ജനിച്ചവരെല്ലാം ദൈവത്തിന് മുകളിൽ കാണുന്ന, ദൈവത്തെക്കാൾ മുകളിൽ കാണുന്ന ഗുരുവിൻ്റെ പാദങ്ങൾ കുഞ്ഞുങ്ങൾ വന്ദിക്കുന്നതും പാദപൂജ ചെയ്യുന്നതും എങ്ങനെയാണ് അപരാധമായി പോകുന്നതെന്നുള്ളത്. അത് ഗോകുൽ ഗോപിനാഥ്, ഇത് BJPക്കാരോ RSSന്റെയോ മാത്രം ചിന്തയല്ല. അത് ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ആ രീതിയിൽ തന്നെ ഗുരുക്കന്മാരെ വന്ദിക്കുന്നതാണ്. അല്ല, പറയുമ്പോൾ ഈ കാര്യങ്ങൾ കൂടെ തെറ്റായി പറയരുതല്ലോ ഗോകുൽ. ഒരു കാര്യം BJP നേതാവിനെ അനൂപ് എന്ന ആലപ്പുഴയിലെ BJPയുടെ ജില്ലാ സെക്രട്ടറിയുടെ കാൽ അവിടെ ആ സ്കൂളിലെ കുട്ടികൾ പൂജിച്ചത് അധ്യാപകനല്ല. BJP നേതാവ് അധ്യാപകനല്ല. അധ്യാപകനാണോ? ആ സ്കൂളിൽ അധ്യാപകനാണ്. അല്ല, അദ്ദേഹം മാനേജ്മെന്റിന്റെ. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. എനിക്ക് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ ലാൽ സാറേ. ഇവിടെ കുഞ്ഞുങ്ങൾ അധ്യാപകരുടെയും മുതിർന്നവരുടെയും പാദസേവ ചെയ്യുന്നതും പാദം തൊട്ടു വണങ്ങുന്നതും പാദപൂജ ചെയ്യുന്നതുമൊക്കെ അപരാധമായി നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ, കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത്, SFI ഉദ്ദേശിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കോളേജുകളിലും സ്കൂളിലുമുള്ള കുട്ടികൾ, നമ്മുടെ മക്കൾ, അടുത്ത തലമുറ അധ്യാപകർക്ക് വേണ്ടി ശവമഞ്ചം പണിയണമെന്നാണോ? അധ്യാപകർക്ക് വേണ്ടി റീത്ത് വയ്ക്കണമെന്നാണോ? അധ്യാപകർക്ക് വേണ്ടി കുഴിമാടം പണിയണമെന്നാണോ? അല്ലെങ്കിൽ ഏറ്റവും വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടുള്ള TP ശ്രീനിവാസനെ പോലെയുള്ള ആളുകളുടെ കരണമടിച്ച് പൊളിക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് വലുത്? അതാണോ പുരോഗമനം? അധ്യാപകരെ ഇവിടെ ഇന്നത്തെ വിഷയം ഭാഗമായിട്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ അധ്യാപകരുടെ കാൽ കഴുകി പാദപൂജ നടത്തുന്നത് എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഞാനും എന്റെ ചോദ്യം പൂർത്തിയാക്കട്ടെ. പക്ഷേ പഴയ കാലഘട്ടത്തിലെ ഗുരുകുല സമ്പ്രദായത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്തതുപോലെ അല്ല. ഇന്ന് ശമ്പളത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി അഭ്യസ്ത വിദ്യരായ ആളുകൾ അധ്യാപന ജോലി ചെയ്യുന്നുണ്ട്. ആ അധ്യാപകരുടെ കാൽ കഴുകി വേണം കുട്ടികൾ മുന്നോട്ട് വരേണ്ടത് എന്നാണോ BJP കാണുന്നത്? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കൂട്ടത്തിൽ BJPയുടെ നേതാക്കളുണ്ട്. സാർ പറഞ്ഞ ഈ എന്താണ്, അധ്യാപകനല്ല അനൂപ്. BJPയുടെ ജില്ലാ സെക്രട്ടറിയാണ്. BJPയുടെ ജില്ലാ സെക്രട്ടറി അനൂപ് അധ്യാപകനല്ല. നിങ്ങളുടെ ആരോടാ പറഞ്ഞു? ഞാൻ പറഞ്ഞു അദ്ദേഹം ഏത് സ്കൂളിലെ അധ്യാപകനാണ്? അദ്ദേഹം ഏത് സ്കൂളിലെ അധ്യാപകനാണ്? ഏത് വിഷയത്തിലെ അധ്യാപകനാണ്? അതെ, ഞാൻ പറയും മാത്തമാറ്റിക്സ് അധ്യാപകനാണ്. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാനിവിടെ നിങ്ങൾ പറഞ്ഞ വിഷയം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം നമ്മളെല്ലാം പരിചയിച്ച് വന്ന നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമായിട്ട് അധ്യാപകരെ വന്ദിക്കുകയും അവരെ പൂജ ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ പൊതുരീതിയാണ്. അത് നമ്മുടെ എന്താ പറയുക, മനുഷ്യൻ്റെ വികാസത്തിൻ്റെയും വളർച്ചയുടെയും ഒക്കെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു തുടക്കവും നമ്മുടെ പ്രയോഗവുമാണ്. അതല്ലാതെ ക്യാമ്പസുകളെ അധ്യാപകരുടെ കുഴിമാടങ്ങളാക്കി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ റീത്ത് വെച്ച് ശവമഞ്ചം വെച്ച് അധ്യാപകൻ്റെ ചെപ്പയ്ക്കടിച്ച് വളർന്നു വരുന്ന, അധ്യാപകനെ മയക്കുമരുന്നും ലഹരിയും ഉപയോഗിച്ചു പോയി ആക്രമിക്കുന്ന ഒരു തലമുറയാണോ വേണ്ടത്? അധ്യാപകൻ്റെ കാൽക്കൽ അധ്യാപകൻ്റെ വിദ്യയും അധ്യാപകൻ്റെ ജ്ഞാനവും നേടി അവരെ വന്ദിച്ച് ബഹുമാനിച്ച് വളരുന്ന ഒരു തലമുറയാണോ? ഈ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക്
എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആദ്യം താങ്കൾ പറഞ്ഞ മയക്കുമരുന്നിന് അടിമയായ കുട്ടികളും നമുക്ക് വേണ്ട. പക്ഷേ ഈ പഴയ ചാതുർവർണ്ണ സമ്പ്രദായത്തിൽ മറ്റ് ജാതി വിഭാഗങ്ങളിൽ പെടുന്നവരെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണം, അവരെ കാല് കഴുകണം, അവരെ കാല് പൂജിക്കണം എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ വീണ്ടും ആവർത്തിക്കണം എന്നുകൂടി അധ്യാപകൻ എന്ത് ജാതി സാറേ? ലാൽ സാറേ, സാറൊരു അധ്യാപകനല്ലേ? സാറൊരു കോളേജ് അധ്യാപകൻ കൂടിയല്ലേ? സാറിന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾക്കും സാറ് പഠിപ്പിക്കുന്നത് കേൾക്കുന്ന സാറിനെ ബഹുമാനിക്കുന്ന കുട്ടികൾക്ക് സാറും എന്ത് ജാതി മതമാണ്? അധ്യാപകനായി കണ്ടല്ലോ ഞാൻ എന്റെ കുട്ടികളെ എന്റെ മുമ്പിൽ വന്ന കുട്ടികളെ എന്നെ ബഹുമാനിക്കാൻ വേണ്ടി ഞാൻ അവരോട് എന്റെ കാല് കഴുകാൻ പറഞ്ഞോ? അവരോട് എന്റെ പാദം പൂജിക്കാൻ പറഞ്ഞോ? താങ്കൾക്ക് അതിന് ഉദാഹരണമുണ്ടോ? ഞാൻ നല്ലൊരു അധ്യാപകൻ തന്നെയാണല്ലോ, സംശയമില്ലല്ലോ. അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ എന്നെ ബഹുമാനിക്കണ്ടേ എല്ലാവരും? അല്ല, ഞാൻ അതാണ് ആമുഖമായി സൂചിപ്പിച്ചത്. സാറേ, ഞാനതാണ് ആമുഖമായി സൂചിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ രണ്ട് രീതിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രീതിയാണ് ഞാൻ സൂചിപ്പിച്ചത്. അധ്യാപകരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ പേരിൽ ശവകുടീരങ്ങൾ പണിയുന്ന, ശവമഞ്ചം പണിയുന്ന ഒരു രീതി. മറ്റൊന്ന് അധ്യാപകന്റെ പാദങ്ങളിൽ ശിരസ് നമിച്ച് അവരെ ബഹുമാനിച്ച് ആദരിച്ച് ദൈവത്തെക്കാൾ മുകളിൽ കാണുന്ന ഈ രീതി. ഏത് രീതിയാണ്? താങ്കൾ എന്നെ ഉൾപ്പെടുത്തിയത് അതാണ് എനിക്ക് അറിയേണ്ടത്. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ശവമഞ്ചം ഞാൻ കണ്ടില്ല എനിക്ക് എന്റെ നേരെ. അതുപോലെ ഈ പറഞ്ഞ പാദം പൂജിപ്പിക്കുന്ന ഒരു രീതി താങ്കൾ കണ്ടോ? ഞാൻ സാറിൻ്റെ ഇതിൽ കണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. ഈ രണ്ട് രീതിയുണ്ട്. ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത്, നമ്മളെ കുട്ടികൾ പഠിക്കേണ്ടതെന്നുള്ളത്, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നുള്ളത് സമൂഹം തീരുമാനിക്കും എന്നുള്ളതാണ്. ശരി, അതാണിപ്പോൾ തീരുമാനിക്കുന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് അധ്യാപകരെയും വിദ്യാലയത്തെയും പാദം പൂജിച്ച് അവരുടെ കാൽ കഴുകി ഈ മയക്കുമരുന്നിന് എതിരെയുള്ള പോരാട്ടം തുടരും. അതാണ് BJP ഉദ്ദേശിക്കുന്നത്. കാല് കഴുകണോ കൈ കഴുകണോ എന്നുള്ളതൊന്നല്ല ഇവിടെ സൂചിപ്പിച്ചത്. അധ്യാപകർക്കുള്ള ബഹുമാനം അതൊരു സംസ്കൃതിയുടെയും സംസ്കാരത്തിൻ്റെയും പിന്തുടർച്ച എന്ന രീതിയിൽ ഒരു രീതിയിൽ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചിലർ ആശ്ലേഷിച്ചുകൊണ്ട് ഹസ്തദാനം ചെയ്തുകൊണ്ട് പല രീതിയിൽ അതിനെ പ്രകടിപ്പിക്കാറുണ്ടല്ലോ, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഒരു റോസാപ്പൂ തന്നുകൊണ്ട് അതുപോലെ അധ്യാപകന്റെ കാല് പൂജ ചെയ്ത് അധ്യാപകനെ വന്ദിച്ച് ബഹുമാനിച്ച് അവിടെ അതൊരു രീതിയാണ്. അത് സംസ്കാരത്തിന്റെ ഭാഗമല്ലേ? ശിവപ്രസാദ്, നിങ്ങളാണ് ഇന്നിപ്പോ ഈ കാര്യത്തിൽ വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത്. ശിവപ്രസാദിന്റെ വാചകങ്ങൾ തന്നെയാണ് ഞാൻ കേട്ടത്. SFI ആണ് ഈ കാര്യത്തിൽ ശക്തമായി പ്രതികരിക്കുന്നത് കണ്ടത്. പരാതി വരെ കൊടുത്തിട്ടുണ്ട് ഈ സ്കൂളിലെ പാദപൂജ സംബന്ധിച്ച്. പക്ഷേ അത് ആർഷഭാരത സംസ്കാരമാണെന്നും ഈ നാട്ടിൽ രണ്ട് തരം അധ്യാപകരെ ബഹുമാനിക്കുന്ന രീതിയുണ്ട്, രണ്ട് തരത്തിലുള്ള രീതിയുണ്ടെന്നുള്ളത് ഇപ്പോൾ ഗോകുൽ വിശദീകരിച്ചത് താങ്കൾ കേട്ടല്ലോ. ആ രണ്ട് രീതിയിൽ ഏത് വേണമെന്നാണ് അവർ ആലോചിച്ച് തീരുമാനിച്ച് ഒരു ഭാഗം എടുത്തിരിക്കുന്നത്. അതിലേക്കാണ് കേരളത്തിലെ സ്കൂളുകളെ കൊണ്ടുപോകാൻ അവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിനെ എതിർക്കുന്നത് എന്തിനാണ്? രണ്ട് തരമല്ല, ഗോകുല് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ 3 തരം രീതിയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ MM കലബുർഗി പ്രധാനപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞതാണ്. എന്തിനാണെന്നറിയോ? RSSനെതിരായി വർത്തമാനം പറഞ്ഞതിന്. ഈ രാജ്യത്ത് ഇവർ പറയുന്ന ഈ സംസ്കൃതിക്കെതിരായി വർത്തമാനം പറഞ്ഞതിന് കൊന്നുകളഞ്ഞതാണ്. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ ഈ വർത്തമാനകാല ഇന്ത്യയിൽ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും? ഈ രാജ്യത്ത് RSS ഉയർത്തുന്ന അജണ്ടയ്ക്കെതിരായി വർത്തമാനം പറഞ്ഞ എത്ര മനുഷ്യർ ഇവർ കൊന്നുകളഞ്ഞു. അങ്ങനെ കൊന്നുകളഞ്ഞ മനുഷ്യരാണ്. ഏത് മനുഷ്യരെ? RSSൻ്റെ ആശയങ്ങൾക്കെതിരായി, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനെതിരായി വർത്തമാനം പറഞ്ഞ മനുഷ്യരെ കൊന്നുകളഞ്ഞ RSS ആണ് ഇവിടെ വന്നിരുന്ന് മനോഹരമായി വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പരമപുച്ഛമാണ് അവരോട് തോന്നുന്നത് രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെയാണ് ഇവർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിലെ വലിയ കടന്നാക്രമണം കേരളത്തിലെ RSSും ഗവർണറെ ഉപയോഗപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ വേളയിലാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ, കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ എങ്ങനെ കൈപ്പിടിയിലാക്കാം എന്ന് പരിശ്രമം നടത്തുന്നത്. ഇത് കൃത്യമായ RSSൻ്റെ രാജ്യം കേന്ദ്രീകരിച്ച് നടത്തുന്ന അജണ്ടയുടെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇത് കേവലം RSSൻ്റെ സ്കൂളുകളിൽ അവരൊരു ദിവസം പ്രമാണിച്ച് നടത്തിയ ഒരു പരിപാടി എന്ന് മാത്രം നമുക്കിതിനെ ചുരുക്കി കാണാൻ വേണ്ടി കഴിയില്ല. നാം ഇതിനെ കാണേണ്ടത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലപേക്ഷയുടെ കേന്ദ്രമായ കേരളത്തെ എങ്ങനെ വർഗീയവൽക്കരിക്കാം എന്ന് RSS നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണത്തിൻ്റെ ഭാഗമാണ് ഇത്തരം ഇടപെടലുകൾ എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ രാജ്യത്തെ RSS വളർന്നു പന്തലിച്ച പല പ്രദേശങ്ങളും നോക്കിയാൽ
ആ വളർന്നു പന്തലിച്ചതിന് പിന്നിൽ വർഗീയ കലാപങ്ങളുടെ ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വർഗീയ കലാപങ്ങളിലൂടെ പല പ്രദേശങ്ങളിലും പരന്നു പന്തലിച്ച സംഘടനയാണ് RSS എന്ന് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഗുജറാത്ത് കലാപം നാം മറന്നുപോയിട്ടില്ല. ഉത്തർപ്രദേശിൽ ഭരണം പിടിക്കാൻ ഈ RSSും BJPയും ചേർന്ന് നടത്തിയ കലാപങ്ങൾ നാം മറന്നുപോയിട്ടില്ല. ഇങ്ങനെ വർഗീയ കലാപങ്ങളിലൂടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ അധികാരം പിടിച്ചിട്ടുള്ള RSSന് കേരളത്തിലേക്ക് വരുമ്പോൾ വർഗീയ കലാപത്തിനൊരു സ്കോപ്പും കേരളത്തിൽ കാണാൻ കഴിയുന്നില്ല. കാരണം കേരളത്തിലെ മനുഷ്യരുടെ മതനിരപേക്ഷയുടെ ശക്തി അത്രമാത്രമായതുകൊണ്ടാണ്. അങ്ങനെ വർഗീയ കലാപം ഉണ്ടാക്കി, ഏതെങ്കിലും തരത്തിൽ മതവിദ്വേഷം ഉണ്ടാക്കി, മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് കേരളത്തിനകത്ത് അധികാരം പിടിക്കാം എന്ന രാഷ്ട്രീയ പദ്ധതി മറ്റ് സംസ്ഥാനങ്ങൾ എന്ന പോലെ കേരളത്തിൽ പ്രായോഗികമാവില്ല എന്ന് തിരിച്ചറിഞ്ഞു RSSന്. കാരണം അങ്ങനെ വർഗീയ കലാപം ഉണ്ടാക്കാൻ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തേക്ക് RSS വന്നാൽ അവിടെ ഈ RSSനെ കൈകാര്യം ചെയ്യാൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും മതനിരപേക്ഷവാദികളും ഉണ്ട് എന്ന് RSS നല്ല ബോധ്യമുണ്ട്. അപ്പോൾ എന്താണ് വേണ്ടത്? RSSൻ്റെ ഈ വർഗീയ രാഷ്ട്രീയത്തിന് ഒരു തലം കേരളത്തിൽ രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. RSS ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ രാഷ്ട്രീയത്തിന് ഒരു തലം കേരളത്തിൽ രൂപപ്പെടുത്തണമെങ്കിൽ ആ തലം താഴെ കൊച്ചു കുട്ടികളിൽ നിന്ന് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കേരളത്തിൻ്റെ അതിശക്തമായ സെക്കുലർ ഫാബ്രിക്കിനെ ഒന്ന് ചെറുതായെങ്കിലും പോറലേൽപ്പിക്കാൻ ഇവർക്ക് സാധിക്കണമെങ്കിൽ പുതിയ തലമുറയെ എങ്ങനെയെങ്കിലും പിടിക്കാൻ കഴിയുമോ എന്ന് അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പുതിയ തലമുറയെ പിടിക്കാൻ ആവശ്യമായ ഗവേഷണത്തിൻ്റെ ഒരു പദ്ധതിയാണ് RSS വിഭാവനം ചെയ്യുന്ന സ്കൂളുകൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു BJP നേതാവ് വളരെ അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങൾക്ക് കേരളത്തിൽ 500ഓളം വരുന്ന സ്കൂളുകളുണ്ട് എന്നാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ദിവസമായി നവമാധ്യമങ്ങളിൽ ഓടുന്ന പ്രധാനപ്പെട്ട ഒരു വാചകം ഞങ്ങൾക്ക് കേരളത്തിൽ 500 സ്കൂളുണ്ട് എന്ന് RSSകാർ പറയുന്നതാണ്. RSSന് എന്ത് വിദ്യാഭ്യാസമെന്ന് SFI ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്കൂളിൻ്റെ എണ്ണം തുറന്നു പറയാൻ കേരളത്തിൽ RSS തയ്യാറായി. RSSൻ്റെ സ്കൂളിൻ്റെ എണ്ണം പറഞ്ഞതിന് ഏതായാലും ഞങ്ങൾ സന്തോഷം രേഖപ്പെടുത്തുന്നു. പക്ഷേ അങ്ങനെ RSS നടത്തുന്ന സ്കൂളുകളിൽ എന്താണ് നടക്കുന്നത് എന്നതിൻ്റെ നേർചിത്രം RSS സ്കൂളുകളുടെ എണ്ണം പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം കേരളത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്ന കാഴ്ച നാം കാണുകയാണ്. ഞങ്ങൾ ഇന്ന് പുറത്തുവിട്ടു. BJPയുടെ ഒരൊറ്റ നേതാവ് ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിലെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകരെ ആദരിക്കുന്നു എന്ന് പറഞ്ഞവർ സംഘടിപ്പിച്ച ചടങ്ങിൽ BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ കാലിന് കീഴിൽ കുട്ടികളെ കൊണ്ടിരുത്തി അവരെ കൊണ്ട് അയാളെ ആദരിപ്പിക്കുകയാണ്. അയാൾ ഇന്ന് മീഡിയയ്ക്ക് കൊടുത്തൊരു ബൈറ്റ് ഞാൻ കണ്ടു. ഞാനൊരു ബഹുമാന്യനായ വ്യക്തിയായതുകൊണ്ടാണ് എന്നെ കുട്ടികൾ ആദരിച്ചു എന്ന് സ്വയം പൊങ്ങിയ പോലെ അദ്ദേഹം ഒരു ചാനലിനകത്ത് ബൈറ്റ് കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെ ദയനീയമായി പ്രതികരിക്കാൻ തുടങ്ങിയാൽ തിരിച്ചെന്താണ് മറുപടി പറയുക എന്നുള്ളത് ഞങ്ങൾ ആശങ്കയിലാവുന്ന കാര്യമാണ്. ഞാൻ സ്വയം ബഹുമാന്യനാണെന്ന് അയാൾ പറയുകയാണ്. എന്നെ ബഹുമാനിക്കണം എന്ന് അയാൾ പറയുകയാണ്. ഇങ്ങനെ സ്വയം ബഹുമാന്യനാണെന്നും എന്നെ ബഹുമാനിക്കണമെന്നും പറഞ്ഞ് RSSകാർ തന്നെ നടത്തുന്ന സ്കൂളുകളിലേക്ക് പോയി കുട്ടികളെ വിളിച്ചിരുത്തി അവരെ കൊണ്ട് നിർബന്ധിച്ച് പാദപൂജ ചെയ്യിക്കുന്ന അവസ്ഥ നമ്മുടെ കേരളത്തിൽ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയും? ഞങ്ങളാരും ഒരു മതവിശ്വാസത്തിനുമെതിരായി ആ നിലയിൽ കുട്ടികൾക്കിടയിൽ ആശയപ്രചരണം നടത്തുന്നവരല്ല. ഈ കേരളത്തിലെ സെക്കുലർ ഫാബ്രിക് നിങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ മതവിശ്വാസികളാണെന്നേ. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഈ രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങളിലും മതവിദ്വേഷം വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ കേരളത്തെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നൊന്നും ബോധ്യപ്പെടുന്നതും പഠിക്കുന്നെന്നായിരിക്കും. കേരളത്തിലെ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം മതവിശ്വാസികളാണ്. എന്നിട്ടും അവർ RSS ആവാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പഠിക്കണം. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും മതവിശ്വാസികളാകുമ്പോൾ അവർ RSS ആവുന്നില്ല. എന്തുകൊണ്ടാവാത്തത്? സ്വന്തം മതവിശ്വാസങ്ങളെ മനുഷ്യർ മുറുകെ പിടിക്കുമ്പോഴും അവരുടെ മതവിശ്വാസങ്ങൾക്ക് അതിലേറെ പ്രാധാന്യത്തോടെ ബഹുമാനം കൊടുക്കുന്നവരാണ് ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ. അതുകൊണ്ടാണ് കേരളത്തിലെ മനുഷ്യരെ മതനിരപേക്ഷവാദികൾ, മതേതരവാദികൾ എന്നെല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ആ മതേതരവാദികളായ മനുഷ്യർക്കിടയിലേക്കാണ് ഇത്തരം ആചാരങ്ങളെ കൂട്ടുപിടിച്ച് കടന്നു വരാൻ കഴിയുമോ എന്നവർ പരിശ്രമിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, നല്ല വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികളെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. യഥാർത്ഥ വിശ്വാസികളെ ഇത്തരം ഗിമ്മിക്കുകൾ കാട്ടി നിങ്ങൾക്ക് ആകർഷിക്കാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ ഈ കേരളത്തിനകത്തെ മതവിശ്വാസികളായ മനുഷ്യർ ആ നിലയിൽ ഈ കേരളത്തിനകത്ത് മതനിരപേക്ഷവാദികളായ മനുഷ്യരെല്ലാവരും സ്വാഭാവികമായി ഈ കേരളത്തിനകത്ത് ഇത്തരം ആചാരങ്ങൾ വീടിനകത്തൊക്കെ ചെയ്യുന്നവരാണ്. വീടിനകത്ത് ഈ ആചാരങ്ങൾ ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകളെ ഞങ്ങൾ കാണാറുണ്ട്, അവരോട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകൻ്റെയോ കാലൊന്ന് തൊട്ട് തൊഴുതാൽ ആകാശം ഒന്ന് വിടിഞ്ഞു വീഴും എന്നൊന്നും SFIക്ക് അഭിപ്രായമൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇപ്പോൾ പ്രചാരണം അതാണല്ലോ, അധ്യാപകൻ്റെ കാല് തൊട്ട് തൊഴുതതിന് SFIക്കാർ ഈ കേരളത്തിലാകെ മുഖമുണ്ടാക്കുന്നതാണ് പ്രചരണം. ഞങ്ങൾ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടി കേൾക്കണം, നിങ്ങൾക്കത് മനസ്സിലാവില്ല. മതനിരപേക്ഷ രാഷ്ട്രീയം എത്ര ഉറക്കെ പറഞ്ഞാലും നിങ്ങളുടെ ചെവിയിലേക്ക് അത് കയറില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഞങ്ങൾ പറഞ്ഞ പോയിന്റ് എന്താ? ഞങ്ങൾ പറഞ്ഞത് ഇതെല്ലാം ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപരമായ മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷയുടെ കേന്ദ്രമായിരിക്കണം. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും പഠിക്കാൻ കഴിയുന്നതാവണം സ്കൂൾ. അതാണ് സ്കൂളിൻ്റെ സങ്കല്പം. ഒരു ജനാധിപത്യ രാജ്യത്ത് മതങ്ങൾക്ക് വേണ്ടി സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ?
മതങ്ങൾ തിരിച്ച് സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ? മതവിശ്വാസികളെ തിരിച്ച് ക്ലാസ് റൂമിൽ എഴുതാൻ കഴിയുമോ? അങ്ങനെ പലവിധ മതവിശ്വാസങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ വിവിധങ്ങളായ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ആചാരത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ആചാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെ നമുക്ക് കൈയും കെട്ടി അംഗീകരിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആരുടെയെങ്കിലും കാല് തൊട്ട് തൊഴുതാൽ അവർ ബഹുമാന സൂചകമായി പ്രകടിപ്പിച്ചാൽ അതിന് ഞങ്ങൾക്ക് പരാതിയില്ല സാർ. ഞങ്ങളുടെ പരാതി നിങ്ങൾക്ക് നിയന്ത്രണമുള്ള സ്കൂളുകളിൽ നിങ്ങൾ നിർബന്ധിതമായി കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവിടെ അധ്യാപകരുടെ ലേബലിൽ നിങ്ങൾ RSSകാരെ BJPക്കാരെ കസേരയിൽ കൊണ്ടിരുത്തുകയാണ്. ഇനി ഞാൻ എത്ര ബഹുമാനാണെന്ന് RSSകാരൻ കേരളത്തിൽ ഉറക്കെ എത്ര വിളിച്ചു പറഞ്ഞാലും ഒരു കീറക്കടലാസിന്റെ വില ഈ കേരളത്തിനകത്തെ മനുഷ്യർ വർഗീയവാദികൾക്ക് നൽകില്ല എന്ന് RSSകാരെ നിങ്ങൾ ബോധ്യപ്പെട്ടുകൊള്ളണം. ശരി, ഞാൻ തിരിച്ചു വരാം ശിവപ്രസാദ്. ഡോക്ടർ KP പ്രേംകുമാർ, നേരത്തെ BJPയുടെ വക്താവ് ഗോകുൽ ഗോപിനാഥ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇതിനകം ഒന്ന് വെരിഫൈ ചെയ്തു. ഈ അനൂപ് എന്ന് പറയുന്ന ആലപ്പുഴയിലെ സ്കൂളിലെ പാദപൂജ ഏറ്റുവാങ്ങിയ ആൾ, അദ്ദേഹം ആ സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ അദ്ദേഹം അവിടുത്തെ അധ്യാപകനല്ല. അദ്ദേഹം BJP എന്ന പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അദ്ദേഹം സ്വയം ബഹുമാന്യനാണെന്ന് ഇവിടെ പറഞ്ഞു എന്ന് നേരത്തെ ശിവപ്രസാദ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കണക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നേരത്തെ ഗൂഗിൾ പറയുന്നുണ്ടായിരുന്നു മാത്സ് അധ്യാപകനാണെന്ന്. അപ്പോൾ അത് ഇവിടെ കണക്കാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ ഈ കുട്ടികൾ മാതാപിതാ ഗുരു ദൈവം എന്ന വാക്യം ആലോചിച്ച് ഈ BJP നേതാവിനെ ഇങ്ങനെ വണങ്ങുന്നത്, ഈ രീതിയിൽ പാദം കഴുകുന്നത് നിഷ്കളങ്കമായി കാണാനാകുമോ? ആർഷഭാരത സംസ്കാരം അതാണോ? ഡോക്ടർ ലാൽ, ഈ കാര്യത്തെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടാണ് കാണേണ്ടത്. ആ കാല് കഴുകുമ്പോൾ BJPക്കാരനാണോ അധ്യാപകനാണോ B.Ed പാസ്സായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അധ്യാപകന്റെ കാല് കഴുകാമെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കാല് കഴുകുന്നതിലും തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഈ കാല് കഴുകൽ എന്ന് പറഞ്ഞ പരിപാടിയാണ് ശരിയല്ലാത്തത്. അത് BJP നേതാവിൻ്റെ ആയിരുന്നാലും കോൺഗ്രസ് നേതാവിൻ്റെ ആയിരുന്നാലും അധ്യാപകന്റെ ആയിരുന്നാലും റിട്ടയർഡ് അധ്യാപകന്റെ ആയിരുന്നാലും ഇത് ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് ഇവർ പറയുന്നത്. ഏത് സംസ്കാരത്തിന്റെ എന്നുള്ളിടത്താണ് വലിയ പ്രശ്നം. കാരണം താഴ്ന്ന ജാതി എന്ന് പറയുന്ന ശൂദ്രന്മാരും വൈശ്യന്മാരും ചണ്ടാലന്മാരുമായിട്ടുള്ള ആളുകൾ അബദ്ധവശാൽ വേദങ്ങൾ കേട്ടുപോയാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നായിരുന്നു. ഉയർന്ന ജാതി എന്ന് പറയുന്ന ബ്രാഹ്മണന്മാർക്കിടയിൽ പോലുമുള്ള സ്ത്രീകൾക്ക് പോലും സ്കൂളിൽ പോകാൻ പാടില്ലായിരുന്നു, കടൽ കടക്കാൻ പാടില്ലായിരുന്നു, അക്ഷരാഭ്യാസം പാടില്ലായിരുന്നു. ഇനി നിങ്ങൾ വലിയ ദിവ്യന്മാരാണെങ്കിൽ ഇപ്പോഴും കാണാം നമുക്ക് വസ്ത്രമുടുക്കില്ല. വസ്ത്രം ധരിക്കാത്ത നഗ്ന സന്യാസിമാരെ ആരാധിക്കുന്ന എത്രയോ ആളുകൾ ഇപ്പോഴത്തെ ഇന്ത്യയിലുമുണ്ട്. ഏത് സംസ്കാരത്തിനെയാണ് ഇവർ ഈ പറയുന്നത്? സ്കൂളുകൾ എന്നുള്ളത്, അതായത് വിദ്യാഭാരതി എന്ന് പറയുന്ന RSSന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള അഖില ഭാരതീയ ശിക്ഷാ സൻസ്ഥൻ എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള ഭാരതീയ വിദ്യാ നികേതൻ, ഭാരതീയ വിദ്യാ ഭവനല്ല, ഭാരതീയ വിദ്യാ നികേതന്റെ കീഴിലുള്ള RSS സ്കൂളുകളിലാണ് ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് കൃത്യമായിട്ടും RSSന്റെ ഐഡിയോളജി 1ാം ക്ലാസ് മുതൽ LKG UKG മുതലുള്ള കുട്ടികളിൽ കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ ഇവർക്ക് തെറ്റ് തോന്നില്ല, അവർക്കത് മനസ്സിലാവില്ല. ശിവപ്രസാദ് പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവില്ല. അവർ വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്നാണ്. മനുവിന്റെ പുസ്തകത്തിൽ പറഞ്ഞ എന്താ പറയുക, ഒരു വിരാട് പുരുഷന്റെ വായിൽ നിന്ന് കുറച്ച് മനുഷ്യന്മാരും കയ്യിൽ നിന്ന് കുറച്ച് മനുഷ്യന്മാരും താഴെ പാദത്തിൽ നിന്നും ചണ്ടാളന്മാരും വന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അവരോട് പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ അതിനേക്കാൾ സീരിയസ് ആയിട്ട് നമ്മുടെ ഒരു സെക്യുലർ സൊസൈറ്റി ഇതിൽ കേൾക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അത് അധ്യാപകരെ ഇങ്ങനെ വിഗ്രഹവൽക്കരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു ജോലിക്കാർക്കും ഇല്ലാത്ത എന്തോ ഒരു വല്ലാത്ത ഒരു സംഗതി അധ്യാപകർക്ക് ചാർത്തി കൊടുക്കുന്നു. ഞാനും കുറെ കാലം ജോലി എന്നുള്ള രീതിയിൽ അധ്യാപനം എടുത്തിട്ടുള്ള ആളാണ്, ശമ്പളം കിട്ടുന്നതുകൊണ്ട് തന്നെ. പക്ഷെ ഈ ഗുരു മറ്റു ഒരു ജോലിക്കാർക്കും ഇല്ലാത്ത, അതാ ഞാൻ പറഞ്ഞത്, കുട്ടികളെ രാവിലെ സേഫായിട്ട് സ്കൂളിൽ എത്തിക്കുന്ന ബസ് ഡ്രൈവർക്കും ഓട്ടോ ഡ്രൈവർക്കും ഇല്ലാത്ത എന്തോ ഒരു മഹത്വം അധ്യാപകർക്ക് കൊടുക്കുന്ന, കാല് കഴിക്കുന്നതിന് മഹാഭൂരിപക്ഷം എതിരാണ്. പക്ഷെ കാലിലൊന്ന് തൊട്ടാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന എത്രയോ അധ്യാപകരെ എനിക്കറിയാം. അധ്യാപകനെ കാണുമ്പോൾ വിദ്യാർത്ഥികളെല്ലാവരും എണീറ്റ് നിന്ന് ബഹുമാനം പ്രകടിപ്പിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളതാണ് മഹാഭൂരിപക്ഷം ആളുകളും. അവരെ പേരിന്റെ കൂടെ സർ എന്ന് ചേർത്തേ വിളിക്കാവൂ എന്ന് നിർബന്ധമുള്ളവരാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോഴത്തെ ക്യാമ്പസ് അങ്ങനെ അല്ല.
സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പുതിയ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗ്ലോബൽ ക്യാമ്പസിൽ, കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ക്യാമ്പസിൽ പോയി നോക്കിയാൽ അറിയാം, അവിടെ സ്റ്റുഡൻസും ടീച്ചേഴ്സും അവരൊരു ഫ്ലാറ്റ് റിലേഷനാണ്, 100% ഡെമോക്രാറ്റിക് റിലേഷനാണ്. പേരാണ് വിളിക്കുക. അതായത് ഒരു ഭാഗത്ത് 2025 കേരളത്തിൽ പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കോളേജുകളിൽ അധ്യാപകനെ പേര് വിളിച്ച് സർവത്ര സ്നേഹത്തോടെ ബഹുമാനത്തോടെ സംസാരിക്കുന്നിടത്താണ് അപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾ കുട്ടികളെ കൊണ്ട് കാല് കഴുകിക്കുന്നത്. ഇതാണ് ജനറേഷൻ ഗ്യാപ്പ്. ഈ സാധനത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഒരു BJP കാരനാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് മാത്രം നടക്കുന്നതല്ല. വിദ്യാഭ്യാസത്തിനെ, എസ്പെഷ്യലി സ്കൂൾ എഡ്യൂക്കേഷനെ 100% സെക്യുലറാക്കി നമുക്ക് നിർത്താൻ പറ്റണം. കാരണം മതപരമായ ആചാരങ്ങളും ഇടപെടലുകളും സ്കൂളുകളിൽ ഉണ്ടാവുന്നത് ഇവിടെ മാത്രമല്ല, പല സ്കൂളുകളിലും പല ആരാധനാലയങ്ങളിലും ചെയ്യരുത് എന്ന് പറയുന്നിടത്തും ഇന്നത് ചെയ്യണം എന്ന് പറയുന്നിടത്തുമുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, സ്കൂൾസ് എഡ്യൂക്കേഷൻ സ്പേസസ് സെക്യുലർ സ്പേസ് ആയിരിക്കണം, റിലീജിയസ് ന്യൂട്രൽ സ്പേസസ് ആയിരിക്കണം. അങ്ങനെ വാർത്തെടുക്കണം, അങ്ങനെ വേണം ചെയ്യാൻ. അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ അതിനെ റിലീജിയസ് സ്പേസ് ആക്കാൻ വേണ്ടിയിട്ടാണ് RSS പോലുള്ള സംഘടനകൾ സ്വാഭാവികമായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം മാത്രമാണിത്. ചെറിയ കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാല് കഴിയിക്കൽ. ഇതിനേക്കാൾ ഭീകരമായ ആചാരങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. ഇതിനെ നേരിടേണ്ടത് ഒരു കാരണവശാലും BJP നേതാവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആവരുത്. അതൊരു SFIക്ക് മാത്രം പറ്റുന്ന കാര്യവുമല്ല, ഒരു ടോട്ടൽ സെക്യുലർ സൊസൈറ്റിക്ക് ചെയ്യേണ്ടുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായ ലീഡർഷിപ്പ് ശബ്ദമുയർത്തേണ്ടത് SFI പോലുള്ള സംഘടനയാണ്. അത് അവരിന്ന് മനോഹരമായിട്ട്, അതിമനോഹരമായിട്ട് ചെയ്യുന്നതും കാണുന്നു. ഇതിന് മേലെ ഇനി സർക്കാരിന് ഇടപെടാൻ പരിമിതികൾ ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു അൺഎയ്ഡഡ് സ്കൂളിനുള്ളിൽ, ഒരു മതവിഭാഗം നടത്തുന്ന ഒരു സ്കൂളിനുള്ളിൽ ചെയ്യേണ്ടുന്ന ആചാരങ്ങളിൽ ഇടപെടുന്നതിൽ സർക്കാരിന് പരിമിതികൾ ഉണ്ടാവും. നിങ്ങൾ എന്തൊക്കെ റൂൾസ്, ഞാൻ ശിവപ്രസാദിന്റെ പ്രസ് ബ്രീഫ് കണ്ടു, എന്തൊക്കെ വായിച്ചാൽ പോലും അവർ സ്വയം ഇഷ്ടപ്രകാരം ചെയ്തതാണെന്ന് പറഞ്ഞാൽ, പക്ഷേ ഇത്രയും കാലം കൊണ്ട് ഒരു 100 ചില്ലാനം കൊല്ലം കൊണ്ട് കേരളം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഉണ്ട്. അതിനെതിരെയുള്ള ഭീഷണിയാണിത്. ആ ഭീഷണിയെ നേരിടേണ്ടത് മൊത്തം സമൂഹത്തിനെ എന്താ പറയുക, അവെയർ ആക്കിക്കൊണ്ടാണ്. കാല് കഴിയിക്കുന്നതിന് തൊട്ട് താഴെയും അതിൻ്റെ താഴെയുമുള്ള ചെറിയ തോന്നലുകൾ പോലും ശരിയെന്ന് വിചാരിക്കുന്ന ആളുകളെ കൂടി ശുദ്ധീകരിച്ചുകൊണ്ട് അവരെ കൂടെ ഈ ജനാധിപത്യ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചെറുതായി നിങ്ങളോട് വിയോജിച്ചുകൊണ്ടുള്ള അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത്. ശരി, ഒരുപക്ഷെ ഇത് സ്കൂളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. ഈ കാൽ കഴുകൽ അല്ലെങ്കിൽ പാദപൂജ മാത്രമല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇവിടെ ഈ സെക്കുലർ ഫാബ്രിക്കിന് ഏറ്റിരിക്കുന്ന പരുക്കിനെ കുറിച്ചുള്ള ചർച്ച നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഈ അടുത്ത കാലത്തായി ഇത് സ്കൂളുകളിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കാണുന്നു. കേരളത്തിൽ പ്രത്യേകിച്ചൊരു ടാർഗറ്റഡ് സംസ്ഥാനമായി കേരളം നിന്നുകൊണ്ട് അവിടെ ഇതൊക്കെ സംഭവിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്നാണ് അന്വേഷിക്കുന്നത്. അത് സ്കൂളിൽ ഇന്ന് നടന്ന ഈ പാദപൂജ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഗൂഗിളിലേക്ക് തിരിച്ചു വന്ന ഗൂഗിൾ നോക്കൂ, താങ്കളോട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ ഒന്നുകൂടി അന്വേഷിച്ചു. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനിപ്പോൾ കണ്ട വാർത്തകളിൽ, മറ്റ് മാധ്യമങ്ങളുടെ വാർത്തകൾ ഞാൻ പരിശോധിച്ചു. ചില ആളുകളുമായി ഞാൻ ഇത് ഇപ്പോൾ സ്പഷ്ടത വരുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, താങ്കൾ പറഞ്ഞ ഈ അനൂപ് BJPയുടെ ജില്ലാ സെക്രട്ടറി ആ സ്കൂളിലെ അധ്യാപകനല്ല. അദ്ദേഹം ഇപ്പോൾ ഒരു അഭിഭാഷകൻ്റെ ജോലിയാണ് ചെയ്യുന്നത് എന്നാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരു സ്വയം ബഹുമാന്യനായ, ഞാൻ നേരത്തെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഇതൊരു BJPക്കാരനായതുകൊണ്ട് എന്നുള്ള നിലയിൽ മാത്രം കാണേണ്ടതല്ല. ചെയ്ത പ്രവൃത്തി, ആ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഇന്നത്തെ ഈ സെക്കുലർ വിദ്യാഭ്യാസത്തിൽ കാണാൻ പാടില്ലാത്ത ചില പ്രവൃത്തികൾ, ഒരു വിധേയത്വത്തിൻ്റെ, എന്നും താഴെ നിൽക്കണം എന്നുള്ള ഒരു മനോഭാവത്തിൻ്റെയൊക്കെ വളർത്തൽ, ഇങ്ങനെ ഒരു നേതാവിനെ അവിടെ കൊണ്ടിരുത്തി നിങ്ങൾ രാഷ്ട്രീയമായി നിർവഹിക്കുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടും, അത് വലിയ രീതിയിൽ എതിർപ്പുണ്ടാക്കും. അതാണ് ഇന്ന് കണ്ടത്. നിങ്ങൾ അതിനെ അങ്ങനെ കാണുന്നുണ്ടോ? ഈ അധ്യാപകനാണെന്ന് പറഞ്ഞത് കൂടി വ്യക്തമാണ്. നിങ്ങൾ വല്ലാണ്ട് കണ്ട് ഞാൻ പറയട്ടെ. ഇവിടെ കുട്ടികളുടെ മനസ്സ് പൊള്ളുന്നു, കുട്ടികൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊക്കെ അവതാരകരും എൻ്റെ സഹപാനലിസ്റ്റുകളൊക്കെ സൂചിപ്പിച്ചു. ഇവിടെ അധ്യാപകനെ വന്ദിക്കുമ്പോൾ, അധ്യാപകനെ ബഹുമാനിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന പൊള്ളലുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഒരു വാദത്തിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഇവിടെ കണ്ണൂർ ഈസ്റ്റ് മൊകേരിയിൽ അവിടുത്തെ സ്കൂളിൽ ജയേഷ്ഠൻ മാഷ് എന്ന് പറയുന്ന ഒരു അധ്യാപകനെ
CPMകാരും DYFIക്കാരും വെട്ടിക്കഷ്ണങ്ങളാക്കിയ കണ്ടു നിന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾ പകർന്ന ഭയമൊന്നും ഒരു അധ്യാപക പൂജയും ഒരു പാദപൂജയും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അക്കാദമിക് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഈ പറയുന്ന SFIക്കാരും CPMകാരും ഒക്കെ മനസ്സിലാക്കണം. പക്ഷെ താങ്കൾക്ക് വേണമെങ്കിൽ മറുപടി പറയാവുന്നതാണ്. എന്റെ ഭാഗമൊക്കെയാണോ ഈ ചർച്ച? അല്ല, ഞാൻ ഭാഗമൊക്കെ ചർച്ച നമുക്ക് വേറെ ചർച്ച ഞാൻ പറയട്ടെ. അവതാരകൻ യഥേഷ്ടം മറ്റുള്ളവർക്ക് അധ്യാപകൻ യഥേഷ്ടം മറ്റുള്ളവർക്ക് അവസരം കൊടുത്തിട്ട് എന്റെ സമയം കവർന്നെടുക്കരുത്. ഇല്ല, താങ്കളാണ് എനിക്ക് വിഷയത്തിന്റെ വിഷയത്തിലേക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഇവിടെ ബിംബവൽക്കരണം ഈ പറയുന്ന അനൂപ് എന്ന അധ്യാപകൻ എന്ന് താങ്കൾ പറയുന്ന അദ്ദേഹത്തിന്റെ ജോലി CPM അല്ല കൊന്നത്, ഒരു DYFI അല്ല. ജയേഷ്ണമാഷിനെ CPM അല്ലേ കൊന്നത്? പിഞ്ചോമനകളുടെ കൺമുമ്പിൽ വെച്ച് തങ്ങളുടെ പ്രിയ അധ്യാപകൻ RSS ആയി, അദ്ദേഹം യുവമോർച്ചയായി, അദ്ദേഹം സംഘപരിവാർ പ്രവർത്തകനായി എന്നതിന്റെ ഒറ്റ പേരിൽ വിദ്യ പകർന്നു കൊടുത്ത അധ്യാപകന്റെ ചേതനയേറ്റ ശരീര കഷ്ണങ്ങൾ കണ്ട ഒരു തലമുറ ഈ കേരളത്തിനകത്ത് CPM-ഉം DYFI-യും ഇടതുപക്ഷമല്ലേ? നിങ്ങളുടെ കിരാതമായിട്ടുള്ള പറയട്ടെ അതിനേക്കാൾ വലുതൊന്നുമല്ല അധ്യാപകനെ വന്ദിക്കുന്നത്. അതിനേക്കാൾ അധ്യാപകന്റെ ശരീരം കഷ്ണങ്ങളാക്കിയതിനേക്കാൾ വലുതൊന്നുമല്ല ഇവിടെ അധ്യാപകന്റെ കാല് തൊട്ട് വീഴുന്നത്. സ്കൂളിൽ കൊണ്ടിരുത്തിയിട്ട് കുട്ടികളെ കൊണ്ടുപോയി ആ ആളുടെ കാല് കഴുകിച്ചത് എന്തിനാണ് എന്നാണ് ചോദ്യം. നിങ്ങൾ എന്താ ലാൽ സാറെ പറയുന്നത്? നിങ്ങൾ CPM-ന്റെ അരിങ്കൊലകൾ, അധ്യാപകനെ കൊന്ന അരിങ്കൊലകൾ പറയുമ്പോ എങ്ങനെ അതിന് നിങ്ങളൊരു അധ്യാപക പൂജയുമായി അല്ലെങ്കിൽ പാദപൂജയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടുക? സ്കൂളിൽ കൊണ്ടുപോയി നിങ്ങൾ ഇത്ര നിസ്സാരവൽക്കരിക്കുകയാണോ? നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ ഭയമുണ്ടാക്കി. അത് നേരത്തെ പ്രേംകുമാർ പറഞ്ഞതുപോലെയും ശിവപ്രസാദ് ഇവിടെ ആമുഖമായി ലാൽ സാറെ സൂചിപ്പിച്ചു നമ്മുടെ സംസ്കൃതിയുടെ മോശം എലമെന്റുകൾ ഇവരുടെ മനസ്സിൽ കുത്തി നിറയ്ക്കാനാണോ നിങ്ങൾ ഈ ചെയ്യുന്നത്? ശരി, പറഞ്ഞു തീർന്നു സാറേ, പറയട്ടെ. അപ്പോ ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ അധ്യാപകരുടെ കാല് വന്ദിക്കുകയോ ബഹുമാനിക്കുകയോ അത് പൂജ ചെയ്യുകയോ ചെയ്യുന്നതിനോടൊപ്പം ഈ പറയുന്ന സ്കൂളുകൾക്കകത്ത് ഈ പറയുന്ന വിഷയം നടക്കുന്ന സ്കൂളിൽ നിങ്ങൾ ഒന്നും കൂടെ അന്വേഷിച്ച് നോക്കൂ. കുട്ടികളുടെ ജന്മദിന ദിവസം കുഞ്ഞുങ്ങളെ ആദരിക്കാറുണ്ട്. ഇതേപോലെ കുഞ്ഞുങ്ങളുടെ അധ്യാപകർ കുഞ്ഞുങ്ങളുടെ പൂജ ചെയ്യാറുണ്ട്. അപ്പോ ഇവിടെ മനുഷ്യനെ ആദരിക്കുകയും പറയട്ടെ ഈ പറയുന്ന പറയട്ടെ BJP ആണോ RSS ആണോ CPM ആണോ നോക്കിയിട്ടല്ല, അഭിവന്ദ്യനായി അധ്യാപകനായി അല്ലെങ്കിൽ അധ്യാപകർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്ന ആളുകളെ അപ്പൊ ഇപ്പൊ അങ്ങനെയായോ? അധ്യാപകനല്ല വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന യാഥാർത്ഥ്യം കേൾക്കുമ്പോ എന്തിനാ വെപ്രാളം പിടിക്കുന്ന സാറേ? ശരി, അങ്ങനെയാണ്. പറയട്ടെ ഇവിടെ ഞാൻ പറയട്ടെ, എനിക്ക് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയട്ടെ. നിരീക്ഷകൻ സർക്കാർ സ്കൂളുകൾ നടത്തുന്നത് സർക്കാരാണല്ലോ. അപ്പൊ അവിടെ ആരുടെ കാല് കഴുകണം? ഈ സ്കൂൾ നടത്തുന്ന ആളുകളുടെ കാലാകുമ്പോ ഇവിടെ കാല് കഴുകണോ കൈ കഴുകണോ എന്നൊക്കെ ഉള്ളത് അതാത് സ്ഥാപനങ്ങളുടെ സംസ്കൃതിയുടെയും സംസ്കാരത്തിന്റെയും അവർ പകരുന്ന വിദ്യാഭ്യാസ രീതിയുടെ ഒക്കെ ഒരു രീതിയാണ്. അത് എവിടെ ചെയ്യണമെന്നുള്ളത് അതാത് സ്ഥാപനങ്ങളുടെ തീരുമാനമാണ്. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ സാറേ. ഞാൻ പറയട്ടെ, ഇവിടെ ബിംബവൽക്കരണം നടക്കുന്നതിനെതിരെ നമ്മുടെ നിരീക്ഷകൻ സൂചിപ്പിച്ചു. ഇവിടെ നിങ്ങൾ ഓർമ്മയില്ല, ലാൽ സാറിന് ഓർമ്മയില്ല, ഇവിടെ നമ്മുടെ MN വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പരിണതപ്രജ്ഞനായിട്ടുള്ള അധ്യാപകൻ കൂടിയായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകൻ, അദ്ദേഹത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളും അധിക്ഷേപങ്ങളും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. ഏറ്റവും ഉദാഹരണം തിരുവനന്തപുരത്ത് ഈ DYFI നേതാവായിരുന്ന അറിയാതെയാണോ താങ്കൾ ഈ ചർച്ചയിലേക്ക് വിട്ടത്? എനിക്ക് സംശയമുണ്ട്. അല്ല ഇന്നത്തെ വിഷയം ഏതാണ്? നിങ്ങൾ പറയുന്ന പോയിന്റിൽ വർത്താനം പറയണമെന്ന് വാശി എന്താ? അല്ലല്ല, ഈ വിഷയമുണ്ട് ചർച്ചയിൽ. ഏതാണ് വിഷയം ഞാൻ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടാണ് നിങ്ങളെ SFI നേതാവിനും നിരീക്ഷകനും ഞാൻ അതിലേക്കല്ലേ വരുന്നത്. നിങ്ങൾ എന്നെ ആക്രമിച്ച് ഞാൻ പറയുന്ന സത്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. കൈരളിയുടെ അവതാരകനോ എനിക്ക് സമയം കുറയ്ക്കാൻ വേണ്ടി ആക്രമിച്ചാൽ ചോദ്യങ്ങളിൽ സത്യങ്ങൾ പറയൂ. ലാൽ സാർ, ഞാൻ പറയട്ടെ, നിങ്ങൾ എന്റെ സമയം കവർന്നെടുത്താൽ
ഈ പറയുന്ന അനൂപ സ്കൂൾ അധ്യാപകനാണോ? ഭാരതീയ ജനതാ പാർട്ടിയെയും കേൾക്കാനിരിക്കുന്ന ശ്രോതാക്കൾ കൈരളിക്കില്ലേ? അവരിത് കേൾക്കട്ടെ, പൊതുസമൂഹം കേൾക്കട്ടെ. എനിക്ക് അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമാണെങ്കിൽ എന്തിനാ വിളിച്ചത്? എന്റെ ചോദ്യത്തിന് അല്ല ഉത്തരം. എന്തിനാ വിളിച്ചേ? അല്ല, ഞാൻ പറയട്ടെ. അനൂപ സ്കൂൾ സാറിന്റെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് കൃത്യമായി പരീക്ഷ നടത്തേണ്ടി വരും. അനൂപ സ്കൂളിലെ അധ്യാപകനാണോ എന്നുള്ളത് നിങ്ങൾക്ക് പരീക്ഷ എഴുതിയാലേ പറ്റുള്ളൂ. അധ്യാപകനാണോ? ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾക്ക് പ്രതികരണമില്ലേ ഈ വിഷയത്തിൽ? ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾ ഈ വിഷയവുമായി അഭിവന്ദ്യരായിട്ടുള്ളവരെയും ഗുരുജനങ്ങളാണെങ്കിലും വിദ്യാഭ്യാസം നടത്താൻ പശ്ചാത്തലം ഒരുക്കുന്നവരാണെങ്കിലും അത് അഭിവന്ദ്യമായി അവരെ വന്ദിക്കണമെന്ന സംസ്കൃതിയുടെ ഭാഗമായി അവരെ ആദരിക്കേണ്ടത് അധ്യാപകരെ മാത്രമാണ് എന്നുള്ളത് താങ്കൾ പിൻവലിച്ചോ? നിക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ സാറേ. ഞാൻ പിൻവലിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാം. നിങ്ങൾ ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കൂ. ഇവിടെ ഈ അധ്യാപകരെയും ഒക്കെ ബിംബവൽക്കരിക്കുന്നു, അത് ദൈവ തുല്യമായി ബിംബവൽക്കരിക്കുന്നു നിരീക്ഷകൻ സൂചിപ്പിച്ചു. ഇവിടെ നിങ്ങൾ നോക്കൂ, കേരളത്തിനകത്ത് ബിംബവൽക്കരണം നടത്തുന്ന പാർട്ടി ഏതാ? CPM അല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യാപകനായതുകൊണ്ടാണോ അദ്ദേഹത്തെ കുറിച്ച് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ, സെക്രട്ടേറിയറ്റിന്റെ എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പറയട്ടെ സാറേ, സ്കൂളുകളിൽ നടക്കുന്ന പറയട്ടെ സാറേ, അതല്ല വിഷയം. അവതാരകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇടപെടും. ഇത് BJPയുടെ പ്രേക്ഷകരാണെങ്കിലും എന്നോട് ക്ഷമിക്കുക. എന്റെ സഹപാനലിസ്റ്റുകൾ പറഞ്ഞ വാദങ്ങൾക്ക് എനിക്ക് മറുപടി പറയണ്ടേ? ഈ വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. അതെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ്. അല്ല, പുറത്തേക്ക് പോകുന്നു അകത്തേക്ക് പോകുന്നു എന്നുള്ളത് ഈ ഇരിക്കുന്ന എന്റെ ഉത്തരവാദിത്വമല്ലേ? അല്ല, അവതാരകൻ നിങ്ങൾ എന്റെ വിഷയത്തിൽ കയറി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇടപെട്ടിട്ട് ഇന്നത് പറയണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞത് ചെയ്യാൻ വേണ്ടി കഴിയോ? അവതാരകൻ എന്തിനാണ് സാറേ അവതാരന്റെ പണിയെടുക്കുക, ഞാൻ എന്റെ പണിയെടുത്തോളാം. നിക്ക് സാറേ, ഞാൻ പറയട്ടെ സാറേ. ലാൽ സാർ സമാധാനപ്പെട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വ്യക്തിപൂജയും ബിംബവൽക്കരണവും നടക്കുന്ന ഇടതുപക്ഷവും CPM-ഉം SFIയും കൂടെ വന്നിരുന്നിട്ട് കൊണ്ടാണ് അധ്യാപകർക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി പശ്ചാത്തലം ഒരുക്കുന്നവരെയും എല്ലാം വന്ദിക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതും ഒക്കെ തെറ്റാണെന്നും പുരോഗമനമല്ല, അതിനൊന്നും സമൂഹത്തിൽ സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതേ നിങ്ങൾ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകരെ അവഹേളിക്കുകയും അവരെ നിന്ദിക്കുകയും അവർക്ക് ശവമഞ്ചം പണിയുകയും റീത്ത് വെക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ. അതോടൊപ്പം യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് 8 മിനിറ്റാണ് ഞാൻ ഈ രണ്ടാം റൗണ്ടിൽ താങ്കൾക്ക് തന്നത്. പലതവണ ഇടയ്ക്ക് ഇടപെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷെ താങ്കൾക്ക് എന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റിയിട്ടില്ല. ശിവപ്രസാദ് നോക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ അധ്യാപകനാണോ അദ്ദേഹം എന്നുള്ളതിൽ നിന്ന് മാറി അധ്യാപകനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിദ്യാലയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകളെയും ഒക്കെ ഇതുപോലെ പാദപൂജ നിർവഹിക്കാം എന്ന അർത്ഥത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങളൊക്കെ ചെയ്തതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് അവർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നും പറയുന്നുണ്ട്. വളരെ രസകരമായിട്ടാണ് BJP അയച്ച പ്രതിനിധിയുടെ വാക്കുകൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പൊതുസമൂഹം അങ്ങനെ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഈ BJPയുടെ ജില്ലാ സെക്രട്ടറി അവിടെ വന്ന് പാദപൂജ നടത്തിയതിനെ ന്യായീകരിക്കാൻ ഒന്നും കിട്ടാതെ വല്ലാണ്ട് വിഷമിക്കുകയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ തവണ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാൽ അദ്ദേഹം ഗണിതം പഠിപ്പിക്കാൻ പോകാറുണ്ടോ എന്നാണ്. എന്ത് ഗണിതമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നാട്ടിൽ തിരക്കിയപ്പോൾ പറഞ്ഞത് അദ്ദേഹം ഒരു അഭിഭാഷകനാണെന്നാണ്, അഡ്വക്കേറ്റ് ആണെന്നാണ്. അഡ്വക്കേറ്റിനെ കൊണ്ടാണോ അപ്പോൾ RSSന്റെ സ്കൂളുകളിൽ ഗണിതം പഠിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരാണോ RSSന്റെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്? അപ്പോൾ RSSന്റെ സ്കൂളുകളിൽ മറ്റ് വിഭാഗങ്ങളിൽ പഠിപ്പിക്കുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യത കൂടി നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ BJP പറഞ്ഞിരിക്കുന്നത് ഈ നമ്മുടെ ചർച്ചയിൽ വന്നിരിക്കുന്ന ഗൂഗിളിനെയാണെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഈ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ RSS ക്ലാസ് അയക്കാൻ വിട്ടാൽ ഈ പഠിക്കുന്ന കുട്ടികളുടെ സ്ഥിതി എന്താകും എന്ന് വല്ലാതെ ആശങ്കപ്പെട്ടാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വേണ്ടി പങ്കെടുക്കുന്നത്. ഞാനതവിടെ ഏതോ ഒരു മനുഷ്യൻ മരിച്ചതിനെ പറ്റി നല്ല ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തരാം. ഞാൻ നല്ല ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം.
അല്ല, സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലേക്ക് പോയാൽ നമ്മൾ പലയിടത്തേക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ദയവായി ആരും കാണിക്കണ്ട. ഈ ചർച്ചയിൽ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ പലരുടെയും സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവരേണ്ടി വരും, ഏറ്റവും മുകൾ തട്ടിൽ തൊട്ട് ഇങ്ങോട്ട് താഴോട്ട്. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഏതിന്റെ സർട്ടിഫിക്കറ്റ് ഗൂഗിളിൽ വേണ്ടത്? ഏതിന്റെ സർട്ടിഫിക്കറ്റ് ഗൂഗിളിൽ വേണ്ടത്? ഏത് ഗൂഗിളിൽ ഏത് സർട്ടിഫിക്കറ്റ് ഗൂഗിളിൽ വേണ്ടത്? സർട്ടിഫിക്കറ്റിന്റെ കാര്യം ശിവപ്രസാദ് പറയട്ടെ. അങ്ങനെ ഇവിടെ വ്യക്തിബന്ധങ്ങൾക്ക് വേണ്ടി സർക്കാർ സംവിധാനത്തെ നിലപാടൊന്നും നിലപാടൊന്നുമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ദയവായി താങ്കൾ പറയേണ്ട കാര്യം പറഞ്ഞു. ദയവായി താങ്കൾ പറയേണ്ട കാര്യം പറഞ്ഞു. ഇനി ശിവപ്രസാദ് പറയട്ടെ. സഖാവ് പിണറായി വിജയനെ വ്യക്തിപരമായി പറയും. സഖാവ് പിണറായി വിജയനെ താങ്കൾ വ്യക്തിപരമായി ആക്രമിച്ചില്ലേ? സഖാവ് പിണറായി വിജയനെ താങ്കൾ ഈ ചർച്ചയിൽ വ്യക്തിപരമായി ആക്രമിച്ചില്ലേ? അതായിരുന്നു ചർച്ച. സഖാവ് പിണറായി വിജയനെ താങ്കൾ ഈ ചർച്ചയിൽ വ്യക്തിപരമായി ആക്രമിച്ചില്ലേ? അങ്ങനെ തനിക്ക് ആക്രമിക്കാൻ പറ്റുന്ന ആളാണോ സഖാവ് പിണറായി വിജയൻ? സഖാവ് പിണറായി വിജയൻ ഈ വിഷയത്തിൽ അല്ലല്ലോ വിഷയം. ഗൂഗിൾ ഇന്നത്തെ വിഷയം പിണറായിയെ ആക്രമിക്കേണ്ട യാതൊരു കാര്യവുമല്ല. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിന് മറുപടിയാണ്. ഇതുവരെ നിങ്ങൾ അദ്ദേഹം അധ്യാപകനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ അത് അദ്ദേഹം അധ്യാപകനല്ല, അവിടുത്തെ ആരോ ആണ്, അദ്ദേഹത്തെയും പൂജിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇനി അദ്ദേഹം മറുപടി പറയട്ടെ. ശിവപ്രസാദ് പറയട്ടെ. ദയവായി താങ്കൾ ഉണ്ടായിരിക്കൂ. എനിക്ക് ഗൂഗിളിനെ വ്യക്തിപരമായി ആക്രമിക്കണമെന്ന് ഒരു ഉദ്ദേശവും ഇല്ല. എനിക്ക് ഗൂഗിളിനെ വ്യക്തിപരമായി ആക്രമിക്കണം എന്ന് എനിക്കൊരു നിർബന്ധമില്ല. എനിക്കൊരു നിർബന്ധമില്ല. എനിക്ക് ഗൂഗിളിനെ വ്യക്തിപരമായി ആക്രമിക്കണമെന്നൊരു കാര്യമില്ല. അങ്ങനെ ആക്രമിക്കാൻ തുടങ്ങിയാൽ എന്തെല്ലാം പറഞ്ഞ് ആക്രമിക്കേണ്ടി വരും ഗൂഗിളെ. അതുകൊണ്ട് ഗൂഗിളിനെ വ്യക്തിപരമായി ആക്രമിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ചർച്ച ഉപയോഗിക്കുന്നത്. അങ്ങനെ ഗൂഗിളിനെ വ്യക്തിപരമായി ആക്രമിച്ച് ചർച്ചയുടെ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ച് വിടാനും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ശിവപ്രസാദ് നോക്കൂ, ശിവപ്രസാദ്, നമ്മൾ ഇതിപ്പോ ഒരു ആർഷഭാരത സംസ്കാരമാണെന്നാണ് പറയുന്നത്. ഇവിടെ കണ്ടുവരുന്നതൊക്കെ മറ്റു പലതുമാണെന്നും നേരത്തെ ഗോകുൽ പറയുന്നുണ്ട്. ശിവപ്രസാദ്, ഈ ആർഷഭാരത സംസ്കാരമാണെങ്കിൽ അത് ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ആർഷഭാരത സംസ്കാരത്തിൽ ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? ശിവപ്രസാദിന് അറിയായിരിക്കുമല്ലോ, SFI നേതാവല്ലേ? അതെ, പ്രിയപ്പെട്ട ഡോക്ടർ ലാൽ, ഞാൻ പറയുന്ന അദ്ദേഹത്തിന് ഈ ചർച്ചയുടെ ബാക്കി സമയം കൂടെ കൊടുക്കണം. അദ്ദേഹം ആർഷഭാരത സംസ്കാരം പോലുള്ള കടിച്ചാപ്പൊട്ടാത്ത വാക്കുകൾ ഇപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. നല്ല കാര്യം, അദ്ദേഹം അങ്ങനെ ചില വാക്കുകളെങ്കിലും പോയിട്ട് പഠിച്ചല്ലോ. അപ്പോൾ എന്താണ് ഈ ആർഷഭാരത സംസ്കാരം എന്ന് അദ്ദേഹം ഒന്ന് വിശദീകരിക്കട്ടെ. അദ്ദേഹം ഏത് ആർഷഭാരത സംസ്കാരത്തെ പറ്റിയാണ് പറയുന്നത്? എന്ത് ആർഷഭാരത സംസ്കാരത്തെ പറ്റിയാണ് പറയുന്നത്? ഈ പറയുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ബോധ്യം ഈ പറയുന്ന ആൾക്കുണ്ടാവണ്ടേ? അങ്ങനെ ഒരു ബോധ്യവുമില്ലാതെ ഏതെങ്കിലുമൊക്കെ വാക്ക് പഠിച്ചിട്ട് ഈ ചർച്ചയ്ക്കകത്ത് വന്നിരുന്ന് RSSനെ ന്യായീകരിക്കാം എന്നാണോ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്? എന്നിട്ട് സഖാവ് പിണറായി വിജയനെതിരെ അക്രമം നടത്തുകയാണ്. പിണറായി വിജയനൊക്കെതിരെ ഒരുപാട് അക്രമം നടത്താൻ വേണ്ടി BJPയും RSSും ഈ കേരളത്തിലാകെ പദ്ധതി ഇട്ടതല്ലേ? ആ മനുഷ്യൻ്റെ തലയ്ക്ക് വില പറഞ്ഞ് വാക്കുറപ്പിച്ച് RSSന്റെ ഗുണ്ടകൾ ഈ രാജ്യത്താകെ ഇറങ്ങി നടന്നതല്ലേ? എന്നിട്ട് എന്തെങ്കിലും അനക്കം ഈ കേരളത്തിനകത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കോ സഖാവ് പിണറായി വിജയനൊക്കെ വെട്ടിയോ? ഇപ്പോൾ അംഗീകരിക്കേണ്ടി വന്നല്ലോ ഈ ചാനൽ ചർച്ചയ്ക്കകത്ത് മുഖ്യമന്ത്രിയാണെന്ന്. നിങ്ങൾ തലയ്ക്ക് പറഞ്ഞൊരു മനുഷ്യൻ, തലയ്ക്ക് വില പറഞ്ഞൊരു മനുഷ്യൻ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുകയാണ് പ്രിയപ്പെട്ട ഗോകുലെ. അത് അഭിമാനത്തോടെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാവും. ആ വിഷമം ബുദ്ധിമുട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ സഖാവ് പിണറായി വിജയൻ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ധീരോദാത്തമായി നേതൃത്വം കൊടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആത്മാഭിമാനത്തോടെ പറയുന്നത് ഈ കേരളത്തെ ഒരു വർഗീയ ശക്തിക്കും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന്. ആ നേതൃത്വം സഖാവ് പിണറായി വിജയൻ ആയതുകൊണ്ടാണ്. സഖാവ് പിണറായി വിജയൻ ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാട് ഈ കേരളത്തിനകത്ത് വർഗീയതയ്ക്കെതിരെ അതിശക്തമായ രാഷ്ട്രീയ നിലപാടായതുകൊണ്ടാണ് ഞങ്ങൾ ആർജവത്തോടെ ധൈര്യത്തോടെ ഈ കേരളത്തിൻ്റെ മണ്ണിലിറങ്ങി നിന്ന് വിളിച്ചു പറയുന്നത് കേരളത്തിൽ വർഗീയതയ്ക്കിടമില്ലെന്ന്. ആ പോരാട്ടമാണ് ഞങ്ങൾ നയിക്കുന്നത്. പിന്നെ ഏതോ ഒരു മനുഷ്യൻ മരിച്ചതിനെ പറ്റി വളരെ വൈകാരികമായൊക്കെ ഗോകുൽ പറഞ്ഞല്ലോ. ഗോകുലെ, മുമ്പ് പ്രവർത്തിച്ച വിദ്യാർത്ഥി സംഘടനയിൽ 14 പേരെയാണ് RSSകാരൻ കൊന്നുകളഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കണക്ക്? ജൂലൈ മാസം 20-ാം തീയതി കരുനാഗപ്പള്ളിയിൽ സഖാവ് അജയപ്രസാദിന്റെ രക്തസാക്ഷി ദിനമാണ്.
വിദ്യാർത്ഥികളെ കൊന്നുകളഞ്ഞു. 14 പേരെ. ഏത് വിദ്യാർത്ഥികളെ? പള്ളിക്കൂടങ്ങളിലേക്ക്, കോളേജുകളിലേക്ക് അക്ഷരം പഠിക്കാൻ വേണ്ടി ഓരോ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ 14 ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെ, അക്ഷരം പഠിക്കാൻ പോയവരെ കൊന്നുകളഞ്ഞ RSS ആണോ? ഒരു ജയകൃഷ്ണ മാസ്റ്ററുടെ പേര് പറഞ്ഞിട്ട്, മരിച്ചുപോയ ജയകൃഷ്ണ മാസ്റ്ററുടെ പേര് പറഞ്ഞിട്ട് ഇവിടെ വികാരാധീനെ സംസാരിക്കുന്നത്? ഇങ്ങനെ എത്രയോ മനുഷ്യരെ ഈ രാജ്യത്തിനകത്ത് RSS കൊന്നുകളഞ്ഞിരിക്കുന്നു. ശബ്ദിക്കുന്നവരെ എല്ലാം മരിച്ചു തള്ളാൻ നേതൃത്വം കൊടുക്കുന്നവരല്ലേ RSS. ഗോവിന്ദ് പൻസാരയും ദബോൾക്കറും ഗൗരി ലങ്കേഷും, ഗോവിന്ദ് ബൻസാരയും ദബോൾക്കറും ഗൗരി ലങ്കേഷും, അതുപോലെ തന്നെ MM കലബുർഗി. നിങ്ങൾ പറഞ്ഞല്ലോ അധ്യാപകൻ. ആ അധ്യാപകന്റെ പട്ടികയിലുള്ള സർവ്വശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു MM കലബുർഗി. കൊന്നു കളഞ്ഞു RSS. എന്തിനാണെന്നറിയാമോ? അക്ഷരം വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തതിന്. നേര് പറയുന്നവരെ, സത്യം പറയുന്നവരെ, വിദ്യാർത്ഥികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നവരെ, അറിവ് പകർന്നു കൊടുക്കുന്നവരെ RSSന് ഭയമാണ്. യഥാർത്ഥ ചരിത്രത്തെയും ശാസ്ത്രത്തെയും RSSന് ഭയമാണ്. യഥാർത്ഥ ശാസ്ത്ര വസ്തുക്കളോട് RSSന് പുച്ഛമാണ്. യഥാർത്ഥ ചരിത്രം RSSനെ നോക്കി കൊഞ്ഞനം കുത്തുമ്പോൾ ആ കൊഞ്ഞനം കുത്തുന്ന ചരിത്രത്തെ ഇല്ലാതാക്കാനാണ് RSS ശ്രമിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ചരിത്രവും ശാസ്ത്രവും ഒന്നും നമ്മുടെ നാട്ടിൽ നിന്ന് മാഞ്ഞു പോകില്ല പ്രിയപ്പെട്ട ഗോകുലെ. അതിങ്ങനെ ഉറക്കെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്കല്പം വെള്ളരി ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. നിർഭാഗ്യവശാൽ ആ ചരിത്ര വസ്തുതകളെ പഠിപ്പിക്കാൻ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഹിസ്റ്ററി പാഠപുസ്തകങ്ങളെ നിങ്ങൾക്ക് കൂട്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട്, യഥാർത്ഥ ശാസ്ത്രം നിങ്ങളുടെ തത്വചിന്തകളുടെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുത്താത്തത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വിദ്യാലയങ്ങളിലൂടെ ഇത്തരം അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ കേരളത്തെ ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയ വ്യവസ്ഥയിലേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ ഗോകുലിന്റെ മുത്തച്ഛന്മാർക്ക് എങ്ങനെ ഈ കേരളത്തിൽ വിദ്യാഭ്യാസ അവകാശം കിട്ടിയത്? വ്യക്തിപരമായി ഞാൻ ചോദിക്കുകയല്ല. നമ്മുടെ മുൻതലമുറയ്ക്ക് എങ്ങനെ ഈ കേരളത്തിൽ വിദ്യാഭ്യാസ അവകാശം കിട്ടി? ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ട പവിത്ര പുരാതനമായ സംസ്കൃതിയായിരുന്നു വിദ്യാഭ്യാസമെങ്കിൽ ആ ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ട വിദ്യാഭ്യാസത്തെ ഈ നാട്ടിലെ ദളിതനും പറയനും പുലയനും താഴ്ന്ന ജാതിയിൽപ്പെട്ടവനും ഈഴവനും ശൂദ്രനും എല്ലാം പകർന്നു കൊടുത്തത് ഈ കേരളത്തിനകത്ത് നവോത്ഥാന കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളായിരുന്നില്ലേ? ആ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തിയാൽ ചരിത്രമില്ലാതായി പോവില്ല പ്രിയപ്പെട്ട ഗോകുലെ. ഈ കേരളം ഇന്ന് കാണുന്ന കേരളമായി മാറിയത് ഈ കേരളത്തിനകത്ത് പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ നട്ടലുള്ള ആർജവമുള്ള നേതൃത്വം ഈ കേരളത്തിനകത്ത് ഉണ്ടായതുകൊണ്ടാണ്. അതിന്റെ പ്രയോജനഫലം പറ്റിയവരാണ് ഗോകുൽ ഉൾപ്പെടെയുള്ള എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഞാനിത് പറയാൻ എനിക്കൊരു മടിയില്ല. ഈ കേരളത്തിനകത്ത് ഭൂരിപക്ഷം വരുന്ന ഇന്ന് അക്ഷരം പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആ പോരാട്ടത്തിലൂടെ വിദ്യാഭ്യാസം നേടിയവരാണ്. ശരി, ഞാൻ പറയാം ശിവപ്രസാദ്. ഡോക്ടർ പ്രേംകുമാർ, നോക്കൂ, ഈ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ കേരളത്തിന് യോജിച്ചതാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. അത് ഗോകുലിനും സംശയമുള്ള കാര്യമല്ല. പക്ഷേ ആ കേരളത്തിലാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ചർച്ച വന്നിരിക്കുന്നത്. പഞ്ചാബിലോ അതല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലോ തമിഴ്നാട്ടിലോ വരെ പോയി ഇത്തരത്തിലുള്ള ഒരു ആർഷഭാരത സംസ്കാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുട്ടികളെ കാല് കഴിക്കാൻ ഈ പറയുന്ന BJP എന്ന ദേശീയ പ്രസ്ഥാനത്തിന്, അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന സംഘപരിവാറിന് ധൈര്യമുണ്ടാകുമെന്ന് കാണുന്നുണ്ടോ ഡോക്ടർ പ്രേംകുമാർ? ഒന്ന്, ഇത് ഇന്നലെയോ മെനഞ്ഞാന്നോ പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമല്ല. ഒരു 10-20 വർഷം കൊണ്ടൊക്കെ വളരെ മെല്ലെയാണെങ്കിലും ശിവപ്രസാദ് ഇവിടെ ആവേശത്തോടെ പരാമർശിച്ച ഒരു 19 കൊല്ലം കൊണ്ട് കേരളം നേടിയെത്ത പുരോഗമന നേട്ടങ്ങളെ പിറകോട്ട് വലിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംഘപരിവാറിന്റെ അജണ്ടയിൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കൺസേൺ. അതായത് ഇതിൻ്റെ കൃത്യമായ പൊളിറ്റിക്സ് ശിവപ്രസാദ് പറയുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. മറിച്ച് ഇത് അറിയാതെ നമുക്ക് പോലും, നമ്മുടെ ഉള്ളിലേക്ക് പോലും ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് RSSകാരൻ പറയുന്ന കാര്യം ശരിയാണല്ലോ, എന്താ കുഴപ്പം അധ്യാപകന്റെ കാലിൽ തൊട്ട് വന്ദിച്ചാൽ എന്ന് ആലോചിക്കുന്ന അവസ്ഥയിലേക്ക് കുറേ കാലം കൊണ്ട് അവർ നമ്മളെയും എത്തിച്ചിട്ടുണ്ട്, വലിയൊരു ജനസമൂഹത്തിനെയും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രശ്നമൊന്നുമില്ല. ഇതൊരു പഴയ കാലത്തൊരു സംഗതിയായിരുന്നു, സംഭവമായിരുന്നു. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ദൈവമാണെന്നും എല്ലാം അറിയുന്നവനാണ് അധ്യാപകനെന്നും ആ ഉയർന്ന പാത്രത്തിൽ നിന്ന് താഴെയുള്ള ഒരു എംപ്റ്റി പോട്ടാണ്, ഒന്നുമില്ലാത്തൊരു പാത്രമാണ് വിദ്യാർത്ഥി. അവരിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എന്ത് വേണം? ഈ താഴത്തെ പാത്രം താഴ്ന്നു നിൽക്കണം, മേലത്തെ പാത്രം മുകളിലായിട്ട് നിൽക്കണം. അതുകൊണ്ട് ഒരിക്കലും ഒരു ഫ്ലാറ്റായി പാടില്ല, ഒരു ഹൈറാർക്കി ഉണ്ടാവണം എന്നുള്ള ഒരു പഴഞ്ഞ സങ്കല്പമാണ്. ഈ ബഹുമാനം നിലനിർത്താൻ വേണ്ടി ഗുരുവിന്റെ വീട്ടിൽ താമസിക്കണമായിരുന്നു, ഗുരുവിന്റെ ഭാര്യയ്ക്ക് വേണ്ടി വിറക് കീറി കൊടുക്കണമായിരുന്നു, ഗുരുവിന്റെ ഭാര്യയുടെ പശുവിനെ കുളിപ്പിക്കണമായിരുന്നു. ഇതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഈ ചർച്ചകളിലായാലും എവിടെയായിരുന്നാലും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ദയനീയമായൊരു കാര്യമാണ് ഈ സംഘി ആളുകളെ പോലുള്ള ഈ മത തീവ്രവാദികളോടും മതമൗലികവാദികളോട് തർക്കിക്കുക എന്നുള്ളത്. കാരണം ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളോട് നമ്മൾ എങ്ങനെയാണ് യുക്തി പറയുക? ഗോമൂത്രം കഴിച്ചാൽ അസുഖങ്ങളെല്ലാം മാറുമെന്ന് വിചാരിക്കുന്ന ആളോട് എങ്ങനെയാണ് തർക്കിക്കുക?
റൈറ്റ്സ് ബ്രദേഴ്സ് അല്ല, രാവണനാണ് ആദ്യം വിമാനം ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ആളുകളോട് എങ്ങനെയാണ് നിങ്ങൾ വസ്തുത പറഞ്ഞ് തർക്കിക്കുക? അതുകൊണ്ട് എന്റെ RSS സുഹൃത്തിനോട് തർക്കിക്കാൻ ഞാനില്ല. പക്ഷെ ചില സമയത്ത് ഇവർ വിട്ടിത്തത്തിന് മുകളിൽ ചില കാര്യങ്ങൾ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു ക്യാപ്സ്യൂളുകൾ വിളമ്പി ഗൂഗിൾ ദയവായി താങ്കൾക്ക് എന്തെങ്കിലും പോയിന്റ് പറയാനുണ്ടെങ്കിൽ താങ്കൾ അടുത്ത ഇതിൽ പറഞ്ഞോളൂ. പക്ഷെ ഇത് വെറുതെ ആളുകളെ അധിക്ഷേപിക്കരുത് ദയവായി. ക്യാപ്സ്യൂൾ അല്ല, ഞാൻ നല്ല ചാണകം ഉരുട്ടിയെ തരാം, താങ്കൾ സുഖമായിട്ട് കഴിക്കാം, താങ്കളുടെ നേതാക്കന്മാർക്ക് കൊടുക്കാം, അതാ നല്ലത്. അതെ, മുഹമ്മദ് റിയാസ് ആണ് കോട്ടയത്ത് ബിൽഡിംഗ് ഉണ്ടാക്കിയെന്ന് പറയുന്ന ആളാണ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്. ഇതാണ് നിങ്ങളുടെ കോമൺ സെൻസ്. അത് കയ്യിൽ വെക്കും. ഇതൊരു ഔഷധ ചേരുവയാണ് കേട്ടോ. ചാണകം തീർച്ചയായിട്ടും പന്നിക്കാട്ടം പോലെ അല്ല ചാണകം. എന്തായാലും ഗോകുൽ, താങ്കൾ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. ചാണകം ഔഷധമാണ്, നിങ്ങൾ അത് തന്നെ ഭക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കേരളം വളരെ കൃത്യമായിട്ട് പറയും ചാണകത്തിൽ ചവിട്ടില്ല എന്ന്, വളരെ കൃത്യമായിട്ട് പറയും. അത് തന്നെ ഇനിയും പറയും. ഇവിടുത്തെ സെക്യുലർ സ്കൂളുകളിൽ, സെക്യുലർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ തോന്നിവാസം അനുവദിക്കില്ല എന്ന് തന്നെയാണ്. സ്കൂളുകൾ പൂട്ടിക്കുന്നതിലൂടെ, ശാസ്ത്രീയ ചിന്ത ഇല്ലാതാക്കുന്നതിലൂടെ, യുക്തി വിചാരം ഇല്ലാതാക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ 5000 കൊല്ലം മുമ്പത്തെ പ്രത്യയശാസ്ത്രം ഇവിടെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അത് കേരളത്തിൽ നടക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. 30 സീറ്റ് കിട്ടിയാൽ മുഖ്യമന്ത്രിയാവുക എന്ന് പ്രസംഗിക്കുന്ന തിയറിയുടെ ആളുകളാണ് നിങ്ങൾ. അതായത് പറയുന്ന കാര്യങ്ങളിൽ മുഴുവൻ വർഗീയ വിഷം തന്നെ കുത്തിവെക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാർ റെപ്രസെന്റ് ചെയ്യുന്ന പൊളിറ്റിക്സ് ആണ് നിങ്ങളുടേത്. അതിനെ ഞങ്ങൾ എതിർക്കുന്നത്, സെക്യുലർ സമൂഹം എതിർക്കുന്നത് വസ്തുതകൾ പറഞ്ഞാണ്, ചരിത്രം പറഞ്ഞാണ്. അത് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മാതിരി ആഭാസങ്ങൾ നടത്തുന്നത്. പക്ഷേ ഞാൻ ചാണകത്തിന്റെ മഹാത്മ്യം പറയണോ? താൻ പഠിച്ചു വെച്ചാണോ ഞാൻ പറയേണ്ടത്? മിനിമം ഒരാൾ സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കാനുള്ള മര്യാദ കാണിക്കുക. മിനിമം. താങ്കൾ ഇവിടെ പറഞ്ഞ വിഡ്ഢിത്തങ്ങൾ മുഴുവൻ ഞാൻ കേട്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. മിനിമം മിണ്ടാതിരിക്കാനുള്ള മര്യാദ കാണിക്കുക. ചാണകം ഔഷധമാണെന്ന് നിങ്ങൾ പറയുന്നു, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളല്ലേ പറയുന്നത് ചാണകം ഔഷധമാണെന്ന്? അതിൽ പ്ലൂട്ടോണിയം ഉണ്ടെന്ന് നിങ്ങളുടെ ആളുകളാണ് പ്രസംഗിക്കുന്നത്, നിങ്ങളുടെ വൈസ് ചാൻസലർമാരാണ് പ്രസംഗിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, സ്കൂളുകളായിരുന്നാലും സർവകലാശാലകളായിരുന്നാലും പ്രശ്ന കലുഷിതമാക്കുക എന്നുള്ളതാണ് BJPയുടെ ഐഡിയോളജി. നിങ്ങൾക്കറിയാവോ, കേരള സംസ്ഥാന സർക്കാർ ഫണ്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ ആരാവണമെന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ നിയമസഭയാണ്. ഒരൊറ്റ സംഘപരിവാറുകാരനും ഇല്ലാത്ത കേരളത്തിലെ നിയമസഭ. ആ നിയമസഭ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറായിട്ട് ഗവർണർ വേണ്ട എന്ന്. ആ ഉത്തരവിൽ ഒപ്പിടാതെ വെച്ചിട്ടാണ് നിങ്ങളുടെ കാര്യാലയത്തിൽ നിന്ന് പറഞ്ഞയച്ച കിങ്കരന്മാർ ഈ തെമ്മാടിത്തരങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. വൈസ് ചാൻസലർമാരെ സസ്പെൻഡ് ചെയ്യുന്നത്, രജിസ്ട്രാർമാരെ സസ്പെൻഡ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ മിനിമം അതിലൊരു തീരുമാനം എടുക്കാൻ പറയാം നിങ്ങളുടെ രാഷ്ട്രീയ നേതാവിനോട്. കേരളത്തിലെ സർവകലാശാലയാണ്, കേരള സർക്കാരിന്റെ സർവകലാശാലയാണ്. അവിടെ ആര് ചാൻസലർ ആവണം തീരുമാനിക്കേണ്ടത് അമിത്ഷാ അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളം തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാ. അയാൾ എത്ര മോശക്കാരനാണ് നിങ്ങൾ പറഞ്ഞാലും അയാളാണ് നിലവിൽ തീരുമാനിക്കേണ്ടത്. നിയമസഭയാണ്. ആ പാസാക്കിയ ബില്ലിന്റെ മുകളിൽ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളത് റിജക്ട് ചെയ്യൂ. പ്രസിഡന്റിന് മുന്നിലാണല്ലോ. അത് ചെയ്യാൻ ധൈര്യമില്ലാതെ ഈ നിയമത്തെ അതിലംഘിച്ചുകൊണ്ട് അവിടെ ഇരുന്നിട്ടാണ് ഈ സകല തമ്മാടിത്തരങ്ങളും ചെയ്യുന്നത്. 14 ദിവസമായി സംഘപരിവാരകാരനായ വൈസ് ചാൻസലർ കേരള യൂണിവേഴ്സിറ്റി കയറിയിട്ട് ഇതാ ഈ ശിവപ്രസാദിനെ പോലുള്ള കുട്ടികളാണ് തടയുന്നത്. SFI ആണ് തടയുന്നത്. മുറുക്കി തുപ്പുന്ന മറ്റൊരു വാറുണ്ടായിരുന്നു മുന്നേ കോഴിക്കോട് വന്ന് അയാൾ കാണിച്ച തോന്നിവാസങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, എന്തെല്ലാം കോപ്പറേറ്റ് ഇത്തരങ്ങൾ എന്നുള്ളത്. അതിന്റെ മുന്നിൽ വീണിട്ടില്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ, അതിന്റെ മുന്നിൽ വീണിട്ടില്ല കേരളത്തിലെ ഇടതുപക്ഷം. പറയുമ്പോൾ നിങ്ങൾക്ക് ചൊറിയുന്നോ ഭയങ്കരമായിട്ട്? നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല, നിങ്ങളൊരു ചർച്ച നടത്തുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം നിങ്ങൾ ഏതോ കാലത്തെ എന്തോ പഴഞ്ചൻ സാധനങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ്. യെസ്, ഒറ്റ ചോദ്യം. ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഗോകുൽ ഞാനൊരു അവസരം തരുന്നു. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇതൊരു പരീക്ഷയല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഒരു ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. എനിക്ക് മെസ്സേജുകളും വരുന്നുണ്ട്. എനിക്ക് BJPക്കാരും ആകാം ഇതിനകത്തുനിന്ന് വരുന്നത്, ഗോകുലിനോട് സ്നേഹമുള്ളവരാകാം. അവർ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ആലപ്പുഴയിൽ ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചിട്ട് അത് BJPയുടെ നേതാവിനെക്കുറിച്ചുള്ളൊരു കാര്യമായിട്ട് BJPയുടെ സംസ്ഥാന നേതൃത്വം ഇതുവരെ പ്രതികരിക്കാത്തത് എന്ന്? പ്രതികരണം ഉണ്ടാകുമോ? ഇവിടെ എല്ലാ വിഷയങ്ങൾക്കകത്തും പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ളത്
രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനമാണ്. തീർച്ചയായും. 2, നിങ്ങൾ ഈ ഇന്ന് നടന്നു എന്ന് പറയുന്ന ഈ വിഷയത്തെ നിങ്ങൾ ചേർത്ത് വയ്ക്കുന്നത് സർവകലാശാലകൾക്കകത്ത്, ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയടക്കം പറയട്ടെ, അല്ല, കേരള സർവകലാശാലയടക്കം സർവകലാശാലകൾക്കകത്ത് സർവകലാശാലകളെ കലാപഭൂമിയാക്കുന്ന രീതികൾ അല്ല അത് വേറെ. ഇപ്പോൾ നിങ്ങൾ അവതാരകൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോൾ പെട്ടെന്ന് കേരള സംസ്ഥാനത്തെ BJPയുടെ നിലപാട് പറയുന്ന ഒരാളാണോ ഞാൻ അവിടെ ഇരിക്കുന്നത്? അല്ലല്ലോ. BJPയുടെ വക്താവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് BJPയെ കുറിച്ച് ഈ നിമിഷത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാൻ പറ്റിയ ആളെന്നാണ്. എന്നാൽ അത് താങ്കൾക്ക് പറയാൻ പറ്റാത്തത് തന്നെയാണ് BJPയുടെ പ്രശ്നം. ഇത് കേരളത്തിന് മാത്രം മതിയോ ഈ നേട്ടവും ഈ വലിയ അനുഗ്രഹങ്ങളുമൊക്കെ? തമിഴ്നാട്ടിലും പഞ്ചാബിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികളോട് നിങ്ങൾ ഈ BJP നയം സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് BJPയുടെ നയമല്ല. അധ്യാപകരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ പൊതു സ്വഭാവമാണ്, സംസ്കാരമാണ്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പറയട്ടെ, അധ്യാപകരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. നിങ്ങളിത് യുക്തിരഹിതമാണ്. ഇവിടെ കാല് കഴുകണോ കൈ കഴുകണോ എന്നുള്ളതല്ല, എന്ത് അധ്യാപകരെ പ്രദാനം ചെയ്തിട്ടോ ആശ്ലേഷിച്ചിട്ടോ കാലുകൊണ്ടിച്ചിട്ടോ അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇത് യുക്തിരഹിതമാണെന്ന് പറയുന്ന CPM-കാർ, നിങ്ങൾ എന്ത് യുക്തിയുടെ ഭാഗമായിട്ടാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്, ശ്രീകൃഷ്ണ റാലികൾ നടത്തുന്നത്? നിങ്ങൾ ബാലദിന റാലി നടത്തുന്നത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന കണ്ണൂരിലെയും അതല്ലേ നിങ്ങൾക്ക് യുക്തി? നിങ്ങൾ വിശ്വാസത്തെയും സംസ്കൃതത്തെയും യുക്തി കൊണ്ട് പുരോഗമനം കൊണ്ട് നേരിടുന്നവരാണല്ലോ. നിങ്ങൾ എന്ത് പുരോഗമനത്തിന്റെയും അല്ലെങ്കിൽ എന്ത് യുക്തിയാണ് നിങ്ങൾ ഭക്തിയെയും സംസ്കാരത്തെയും നിങ്ങൾ പുരോഗമനമല്ല എന്ന് പറയുമ്പോൾ ഭക്തി അല്ലെങ്കിൽ വിശ്വാസം നിങ്ങൾ എങ്ങനെയാ കമ്മ്യൂണിസ്റ്റുകൾ സ്വീകരിക്കുന്നത്? അപ്പോ നിങ്ങൾക്ക് സൗകര്യപൂർവ്വം ആളുകളെ നിങ്ങളുടെ വോട്ട് ബാങ്കുകളാക്കാൻ വേണ്ടി നിങ്ങൾ ഭക്തി സ്വീകരിക്കുന്നു. പറയുന്ന സാധനങ്ങൾ നിങ്ങൾ കളയുന്നു. ഇവിടെ സംസ്കാരത്തെ ചേർത്ത് പിടിക്കുമ്പോൾ അതിനെ യുക്തിരഹിതമാണെന്ന് പറയുന്നു. ഇത് നിങ്ങളുടെ ഇരട്ടത്താപ്പാണ്. ഇത് നേതൃത്വത്തിന്റെ പ്രതികരണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് BJPയുടെ വക്താവിന് അറിയില്ല. അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ അത് അറിയില്ല. അതുകൊണ്ട് തന്നെ നാളെ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സ്കൂളുകളിലും നടക്കുന്ന ഈ കാര്യങ്ങൾ ഒരേ അച്ചിൽ വാർത്ത BJPയുടെ പ്രതികരണങ്ങളാണോ, സംഘപരിവാറിന്റെ പ്രതികരണങ്ങളുടെ ഭാഗമായിട്ട് കാണണോ? ശിവപ്രസാദ്, താങ്കൾക്ക് കേൾക്കാമെന്ന് കാണുന്നു. കേട്ടില്ല ഒന്നുകൂടി. ശിവപ്രസാദ്, അതായത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ, സർവകലാശാലകളിൽ നടക്കുന്ന കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ വലിയൊരു സമരത്തിലാണല്ലോ, അതും ഈ സ്കൂളുകളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളും ഒക്കെ ഒരേ നയത്തിൻ്റെ തന്നെ ഭാഗങ്ങളായിട്ട് കാണണോ? അത് വളരെ ക്ലിയറാണ്. ഇതൊരു വിദ്യാഭ്യാസ മേഖലയിൽ RSS നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നുകയറ്റത്തിൻ്റെ 2 പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് സമീപകാല കേരളത്തിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം അപരിഷ്കൃതമായ നടപടികളിലൂടെ നടത്തപ്പെടുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ഒരു വശത്ത് നമ്മൾ കാണുമ്പോൾ, മറുവശത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചാൻസലറുടെ എല്ലാ സർവ്വശേഷിയും ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിനില്ലാത്ത അധികാരങ്ങളെ പ്രയോജനപ്പെടുത്തി RSSകാരായ വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ സമീപനങ്ങൾ നാം കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ രണ്ടിനെയും ചെറുത്തു തോൽപ്പിക്കാതെ മതനിരപേക്ഷമായൊരു വിദ്യാഭ്യാസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല സമാനതകളില്ലാത്ത മുന്നേറ്റ കുതിപ്പിന് ഈ കേരളത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പിന്നോട്ടടിക്കാൻ വേണ്ടുന്ന ശ്രമം കേരളത്തിൽ നടക്കുന്നതെന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത് 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, സാംസ്കാരികമായി മതനിരപേക്ഷമായൊരു പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തെ തകർക്കുക എന്ന ഉദ്ദേശമാണെങ്കിൽ, 2, കേരളം ഇത്രയും നാൾ ആർജിച്ചിട്ടുള്ള എല്ലാ ഗുണങ്ങളെയും ഈ ലോകത്ത്
ലോകത്തിനോട് മാതൃകയാവുന്ന നിലയിൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ നേട്ടങ്ങളെയും തച്ചു തകർക്കുക എന്ന ഗൂഢാലോചന കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ ഇവിടെ ഇപ്പോ ഗൂഗിൾ പറഞ്ഞ അർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംഘപരിവാർ ആണെങ്കിലും അത് ഗൂഗിളിന്റെ മാത്രം അഭിപ്രായമല്ല. ഇത് അമിത്ഷാ പോലും ഇന്ന് പറഞ്ഞത് താങ്കൾ കേട്ട് കാണും. 2026 കേരളം പിടിക്കുന്ന ഒരവസ്ഥയിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണോ, ഉന്നത വിദ്യാഭ്യാസത്തിലെ ഈ സംഘർഷങ്ങൾ കണ്ടിട്ടാണോ, ആഹ്ലാദം കൊണ്ടാണോ അദ്ദേഹം 2026 ഉറപ്പെന്ന് പറഞ്ഞത്? അല്ല, RSSന്റെ കേരളവുമായി ബന്ധപ്പെട്ട അജണ്ട വളരെ ക്ലിയറാണ്. കേരളം ഒരു നൂറ്റാണ്ട് കൊണ്ട് നേടിയിട്ടുള്ള നേട്ടങ്ങളെ മുഴുവൻ ഇല്ലെന്ന് ആദ്യം പറയുകയും എന്നിട്ടും ബാക്കിയാവുന്ന സാധനങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അവർ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ സെക്ടർ, ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ. അതിനേക്കാൾ കൂടുതൽ എന്നെയൊക്കെ ഭയപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനൊരു അക്രമം RSS നടത്തുമ്പം നിങ്ങൾ നോക്കൂ, CPMന്റെയോ LDFന്റെയോ ആളുകളല്ലാത്ത ഒരു കുട്ടിയും, ഒരു രാഷ്ട്രീയ പ്രവർത്തകനും, ഒരു നേതാവും, ഒരു സാംസ്കാരിക പ്രവർത്തകനും, ഒരു പരിസ്ഥിതി പ്രവർത്തകനും, ഒരു കവിയും, ഒരു കവയത്രിയും ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടില്ല. ഏതെങ്കിലും ഒരു കോളേജിന്റെ വരാന്തയിൽ വെച്ച് ഒരു SFIക്കാരൻ ഒരു അധ്യാപകനെ കണ്ണുരുട്ടി എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പ്രസ്താവനകളുടെ വലിയ നീണ്ട ലിസ്റ്റുമായിട്ട് വരുന്ന ഒരു ചങ്ങാതി നിങ്ങൾക്ക് കാണില്ല. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളും കോളേജുകളും തച്ചു തകർക്കുന്ന കാടൻ ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായാൽ ഈ ആളുകളും കൂടി ചേർന്നുകൊണ്ട് RSSും UDFും അതിന് വലം വെച്ചു കൊടുക്കുന്ന മറ്റു മതതീവ്രവാദ സംഘടനകളും സാംസ്കാരിക നേതാക്കന്മാരും കവികളും പരിസ്ഥിതിവാദികളും അടങ്ങിയ ഈ മഴവിൽ മുന്നണി മൊത്തത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്. അതും കൂടെ കേരളം കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. തീർച്ചയായും സർവകലാശാല രംഗത്തും ഒപ്പം സ്കൂളുകളിലും ഈ കാണുന്ന കാഴ്ചകൾ വലിയ രീതിയിൽ ആഘോഷിച്ച് BJPയും RSSും ഒക്കെ പറയുമ്പോൾ, അവർ ചാനൽ ചർച്ചകളിൽ പോലും ഇങ്ങനെ വന്ന് പ്രതികരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയാം, കേരളം ഇതിനെതിരെ പോരാടും. ഇത് മനുസ്മൃതിയുടെ ഭാഗമായിട്ടോ ചാതുർവർണ്ണയത്തിൻ്റെ മോശം വശങ്ങളെ, ആ രീതികളെയൊക്കെ തന്നെ വീണ്ടും എടുത്ത് കേരളത്തിലെ കുട്ടികളിലൂടെ അവതരിപ്പിക്കാനോ ശ്രമിച്ചാൽ അത് പുരോഗമന രീതിയിൽ ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനവും ഒരു മനുഷ്യജീവിയും അതിനെ അംഗീകരിക്കില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്ന പ്രകമ്പനങ്ങൾ. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശിവപ്രസാദ്, ഒപ്പം ഗോകുൽ ഗോപിനാഥ്, ഡോക്ടർ KP പ്രേംകുമാർ. ന്യൂസ് അവസാനിക്കുന്നു.